അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി, ചോദിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. കഴിഞ്ഞ ദിവസം കൊല്ലം പട്ടണത്തിൻ്റെ നടുക്ക് നമ്മുടെ ഓസ്റ്റിൻ ബ്രദറിൻ്റെ കൊല്ലത്ത് പുതിയൊരു ഓഫീസ് തുടങ്ങുകയാണ്. ഓസ്റ്റിൻ ഹോളിഡേയ്സ്. അതേ പട്ടണത്തിൽ തകർന്ന തരിപ്പണമായി, വീട് ജപ്തിയായി ഇരുന്നയാള് അതേ കൊല്ലം പട്ടണത്തിൻ്റെ മധ്യത്തിൽ തൻ്റെ പാലക്കാടുള്ള ബിസിനസ്സിൻ്റെ ഇന്ന് പലയിടത്ത് ഓഫീസുകൾ തുടങ്ങുക. ലോകമെങ്ങും ടൂർസ് ആൻഡ് ട്രാവൽ ആൾക്കാരെ കൊണ്ടുപോകുന്ന ഒരു വലിയ ബിസിനസ് ശൃംഖല ഓസ്റ്റിൻ ബ്രദറിനുണ്ടായപ്പോൾ അവിടെ തനിക്കിത്ര പറയാനുള്ളൂ. എനിക്കൊന്ന് നന്ദി പറയാൻ തോമസ് ഊട്ടി ബ്രദറൊക്കെ ഒന്ന് വരണം. കാരണം ഞങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടായി. കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ അമേരിക്കയിൽ ഇന്ന് യൂത്ത് ഉണർവിൻ്റെ മധ്യത്തിൽ കർത്താവ് കൈകളിലെടുത്ത മോനാണ് അരുൺ. ഇവിടെ അബൂ ബ്രദറിൻ്റെ മോനാണ്. സ്തോത്രം. ദുബായ് മുതലേ നമ്മുടെ ശുശ്രൂഷകളുടെ ബാക്കപ്പായിട്ട് നിന്ന അബൂ ബ്രദറും സിസ്റ്ററും, ദീന സിസ്റ്ററും, ആ മോളും കുടുംബവും. ഈ അരുണൊക്കെ അന്ന് കൊച്ചു പയ്യന്മാരാ. പക്ഷേ കർത്താവിന് വേണ്ടി നിന്നവരുടെ തലമുറയുടെ അനുഗ്രഹം കാണണമെങ്കിൽ ഇന്നത്തെ ഈ എപ്പിസോഡ് കണ്ടാൽ മതി. അങ്ങനെ കല്യാണത്തിന് അവിടെ റാവിസ് ഹോട്ടലിലായിരുന്നു. അവിടെ കല്യാണത്തിന് പോയി. കല്യാണത്തിന് ദൈവം നടത്തിയ വഴികളൊക്കെ കുറേ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഓസ്റ്റിൻ ബ്രദറിൻ്റെ പുതിയ ഓഫീസ് തുടങ്ങുന്നിടത്ത് വന്ന് ബെന്നി ബ്രദറുണ്ട്, സുനിൽ ബ്രദറുണ്ട്, നവീൻ ബ്രദറുണ്ട്. ഞങ്ങൾ ഒന്നിച്ചവിടെ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം, പെട്ടെന്ന് കോട്ടയത്ത് എത്തണമേ. പ്രാർത്ഥിച്ചവിടെ കയറിയപ്പോൾ ഞാൻ ചോദിച്ചു, ഓസ്റ്റിൻ ബ്രദറെ ഇവിടെ നിൽക്കുമ്പോൾ എന്തോ പറയുന്നു. അദ്ദേഹത്തിന് പെട്ടെന്ന് കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അർഹിക്കാത്ത നന്മകളാണ്. അപ്പം ഞാൻ അവിടെ തന്നാൽ പിന്നെ ഈ അർഹിക്കാത്ത നന്മകളുടെ ആ സാക്ഷ്യം അണ്ടർ ദ വിങ്സിലൊന്ന് പറഞ്ഞേക്കാലോ എന്നുണ്ട്. പെട്ടെന്ന് ഞാൻ അങ്ങനത്തെ ഒരു ആളാണ്. പെട്ടെന്ന് പൊട്ടി വീണ ഒരു എപ്പിസോഡാണ് ഇന്നത്തെ. അർഹിക്കാത്ത നന്മകൾ എന്ന പാട്ട് ഞങ്ങൾ അവിടെ നിന്ന് പാടി. ഞാൻ ക്യാമറ ഓൺ ചെയ്തു. അതാ ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത്. ഓസ്റ്റിൻ ബ്രദറിൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ട് വല്ലതും തീരും. അതിനിടയിൽ ബെന്നി ബ്രദർ തൻ്റെ ജീവിതാനുഭവം പറഞ്ഞു, ചുരുക്കി. നവീൻ ബ്രദർ പറഞ്ഞു, സുനിൽ ബ്രദർ പറഞ്ഞു. ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്ന് ചോദിച്ചാൽ ഓസ്റ്റിൻ ബ്രദറിൻ്റെ ആ തുടക്കത്തിലെ വിടുതൽ, ആ പട്ടണം കണ്ട ഏറ്റവും തകർന്ന വ്യക്തിയായി തീരേണ്ട സ്ഥാനത്ത് ആ വിടുതലിലേക്ക് നയിക്കാൻ ദൈവം അനേക ദൈവദാസന്മാരെ, സജീവ് ബ്രദർ അടക്കമുള്ള അനേക ദൈവദാസന്മാരെ ഉപയോഗിച്ചു. ആ കൂട്ടത്തിൽ ആ കൂടെ നിന്ന് അദ്ദേഹത്തിന്റെ വിടുതൽ കണ്ട 2 പേരാണ് അവിടെ. അപ്പം ഇതെല്ലാം ഒരു പദ്ധതിയല്ലേ. ഓസ്റ്റിൻ ബ്രദറിന്റെ ജീവിത പങ്കാളിയും മോനും കുടുംബവും ഒന്നിച്ച് ഞങ്ങളുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഒന്നിച്ച് കർത്താവിനെ പാടി സ്തുതിച്ചു, സാക്ഷ്യങ്ങൾ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് പൊട്ടി വീണ എപ്പിസോഡിലേക്ക്, കർത്താവിൻ്റെ ചിറകടിയിൽ എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ, HFTVയിൽ, ACV ഉത്സവ് ചാനൽ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നവർക്ക് വന്ദനം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് അഡ്വക്കേറ്റ് ബിനോയ് ബ്രദർ ആയിട്ട് സംസാരിച്ചു. അദ്ദേഹം നാട്ടിലുണ്ടായിരുന്ന ഈ അരുണിൻ്റെ കല്യാണത്തിനും ഡിസംബർ 31 ഒക്കെ ആയിട്ട് വന്നു. ഈ വെള്ളിയാഴ്ച അദ്ദേഹം തിരിച്ചു പോകും. അപ്പം ഞങ്ങൾ അല്പസമയം സംസാരിച്ചോ പറയായിരുന്നു, തോമസ് ഊട്ടി ബ്രദറെ, ഇന്നർ ചേംബർ, റൈസ് ആൻഡ് ഷൈൻ, അണ്ടർ ദ വിങ്സിലൊക്കെ സോഷ്യൽ മീഡിയ വഴി ആളുകളിൽ നടക്കുന്ന വിടുതലുകൾ, സൗഖ്യങ്ങൾ പലത് കേൾക്കാനിടയായി അമേരിക്കയിൽ നിന്ന്. അപ്പം ഇന്ന് കേൾക്കാൻ പോകുന്ന ഈ സാക്ഷ്യം ഓസ്റ്റിൻ ബ്രദറിൻ്റെ ജപ്തി ചെയ്തുകൊണ്ട് പോയ സ്ഥലം
സുനിൽ ബ്രദർ ചേർന്ന് പ്രാർത്ഥിക്കുക. പിന്നെയും ഒരു പരിഹാരം തരണേ. ജപ്തിയായ സ്ഥലം ജപ്തി പിടിച്ച ആൾക്ക് സമാധാനമില്ലാതെ തിരിച്ചെടുത്തോളാവോ എന്നും ചോദിച്ചു വന്ന കേസ് കേട്ടിട്ടുണ്ട്. അതാ ഇന്നത്തെ സാക്ഷ്യം. നിങ്ങളുടെ കുടുംബജീവിതം തീർന്നു, ഇനി ഡിവോഴ്സിന് വേണ്ടി ഫയൽ ചെയ്തിരിക്കുക, പക്ഷെ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കും. ആരാണ്ടോട് ദൈവാത്മാവ് ഇടപെടുക. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ ആരോ ഡിവോഴ്സിന്റെ വക്കില, കേസ് ഓൾറെഡി നടക്കാം, പക്ഷെ നടക്കത്തില്ല. അത് വീണ്ടും ഒന്നിക്കും. നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ വസ്തു തിരിച്ചു കിട്ടും. 2025 തങ്കുപറ ദൈവം കൊടുത്ത സന്ദേശം സൂപ്പർ അബണ്ടൻസിന്റെ ഇയർ. പക്ഷെ ഈ കാലഘട്ടത്തേക്ക് എൻ്റെ ഉള്ളിൽ കർത്താവ് തന്ന ഒരു കാര്യം, ആ മാറിലാണ് യേശുവിൻ്റെ. അപ്പോൾ നമ്മുടെ മാറ് വിശാലമാകും, നമ്മളെ ഉപദ്രവിച്ചവരെ പോലും അംഗീകരിക്കാൻ. അതല്ലേ യേശു കയ്യിലാണി അടിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ സ്നേഹസ്പന്ദനം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുന്ന ഒരു കാലഘട്ടമായിരിക്കും. സുവിശേഷം വിശാലമാകാൻ പോകുകയാണ്. ഓസ്റ്റിൻ ബ്രദറിന്റെ സാക്ഷ്യത്തിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് ഇന്നത്തെ ശുശ്രൂഷ സ്പോൺസർ ചെയ്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ. ഒന്ന്, സോണിയ സെബാസ്റ്റ്യൻ സെലിബ്രേറ്റിംഗ് ഹെർ ബർത്ത്ഡേ ടുഡേ. കുവൈറ്റിലെ സിസ്റ്ററാണ്. ഹാപ്പി ബർത്ത്ഡേ സോണിയ സിസ്റ്റർ, ബ്ലസ് യു. 2, അലക്സ് ആൻഡ് റോസ് സെലിബ്രേറ്റിംഗ് ദർ 11th വെഡിങ് ആനിവേഴ്സറി ടുഡേ. ഓസ്റ്റിൻ USA. ഇന്ന് സാക്ഷ്യം പറയുന്ന ആളുടെ പേര് ഓസ്റ്റിൻ ബ്രദറ. ഓസ്റ്റിനിൽ. ഇത് ബൈ അനൂപ് ആൻഡ് ഈമ, ഓസ്ട്രേലിയ, മെൽബൺ. അലക്സ് ബ്രദറിനെ റോസ് സിസ്റ്ററേയും അവിടെ കർത്താവിന് വേണ്ടി വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഉപയോഗിക്കുന്നു. അവരുടെ ബ്രദറിന്റെ മാതാവ് അനൂപ് ആൻഡ് ഈമ, ഇവരെല്ലാം കർത്താവിന് വേണ്ടി നിൽക്കുന്ന പ്രിയപ്പെട്ടവരാണ്. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. സോ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ തുടർന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന സാക്ഷ്യത്തിനായും സ്പോൺസർ ചെയ്തവർക്കായിട്ടും പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്നത്തെ അണ്ടർ ദ വിങ്സ് സ്പോൺസർ ചെയ്തിരിക്കുന്ന, ഇന്ന് ബർത്ത്ഡേ ആയിരിക്കുന്ന സോണിയ സെബാസ്റ്റ്യൻ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരാ കുവൈറ്റ് ദേശത്ത് കർത്താവ്, അവരൊക്കെ ആ മണലാരണ്യത്തിൽ പോയിരിക്കുന്നത്, അവർ കഷ്ടപ്പെടുകയാണ് അവിടെ. പക്ഷെ അതിൻ്റെ മധ്യത്തിലും കർത്താവിൻ്റെ സുവിശേഷത്തെ അവർ മറന്നില്ല. ഈ അണ്ടർ ദ വിങ്സ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരിന്ന് ഭൗതികമായി ഇതിൻ്റെ ആവശ്യങ്ങൾക്ക് കൊടുത്തിരിക്കുമ്പോൾ, ഈ വർഷം എൻ്റെ കർത്താവ് മകൾക്ക് സൂപ്പർ അബണ്ടൻസ് അവൾ കാണട്ടെ, 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 എല്ലാ മേഖലയിലും കാണട്ടെ. ബ്ലസ് ചെയ്യും. അലക്സിനും റോസിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവർ ചെന്നിടത്തൊക്കെ കർത്താവിൻ്റെ സാക്ഷിയായി നിന്ന കുടുംബമാണ്. അവളുടെ 11ാമത്തെ വെഡിങ് ആനിവേഴ്സറി ഊരാബാഹദുര യേശുവിൻ്റെ നാമത്തിൽ ചേർന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. അവരുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത് സ്പോൺസറിക്കുന്ന അനൂപ് ഇമ, അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അലക്സിന്റെയും റോസിന്റെയും ജീവിതത്തിൽ, ശുശ്രൂഷയിലും അവരുടെ എല്ലാ മേഖലകളും അടുത്തൊരു ലെവൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. അവരുടെ ദൈവവേലയിൽ ചെയ്തിരിക്കുമ്പോൾ എൻ്റെ കർത്താവായ യേശുവിൻ്റെ കൈകളിലേക്ക് അവർ വധിച്ചിരിക്കും. അതിൻ്റെ നന്മയും അനുഗ്രഹവും അവർക്കുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സോ നമുക്ക് ഓസ്റ്റിൻ ബ്രദറിന്റെ അത്ഭുത സാക്ഷ്യത്തിലേക്ക് പോകാം. ഇത് കാണുമ്പോൾ എല്ലാവരും, കർത്താവിനെ അറിഞ്ഞ എല്ലാവരും ഓർത്തോണം, അർഹിക്കാത്ത നന്മകളാണ് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത്. പുതുവർഷത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ നന്ദി മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പുതിയ വർഷത്തെക്കുറിച്ച് ഒട്ടും ആശങ്കപ്പെടണ്ട. കർത്താവ് അത്ഭുതം ചെയ്യും. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് ഇപ്പോൾ ഒന്ന് കടക്കാം. ബെന്നിബ്രദർ, ഇന്ന് എനിക്ക് എന്റെ മനസ്സിലോട്ട് അർഹിക്കാത്ത നന്മകളോ എന്നുള്ള പാട്ടില്ലേ, ഇവിടെ നമ്മൾ കൊല്ലത്തിരിക്കും. ബെന്നിബ്രദറിന് അർഹിക്കാത്ത നന്മ വല്ലതും കിട്ടിയിട്ടുണ്ടോ? അർഹിക്കാത്ത നന്മകളെ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ലഭിച്ചത് മുഴുവനും തോന്നിട്ട് അർഹിക്കാത്ത നന്മകളാണ്. എന്നാ പിന്നെ ആ പാട്ട് നമുക്കൊന്ന് പാടിയാലോ? അർഹിക്കാത്ത നന്മകൾ കിട്ടിയ കുറെ പേര് ഇവിടെ ഉണ്ടെന്നൊന്ന്. ഹലോ നവീൻ ബ്രദറെ, എങ്ങനാ, എല്ലാം പറയാനുണ്ടോ? അർഹിക്കാത്ത നന്മയുള്ളൂ. ഓസ്റ്റിൻ ബ്രദറിന്റെ സ്ഥലത്ത് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഓസ്റ്റിൻ ബ്രദറും
കുടുംബത്തിൻ്റെ കൂടെ അവരുടെ കൊല്ലത്തെ അവരുടെ ഓസ്റ്റിൻ ഹോളിഡേയ്സിൽ വന്നപ്പോൾ ഞാൻ ഈ പാട്ട് അർഹിക്കാത്ത നന്മകളെന്ന് പാടിയപ്പം സൗരനോട് ചോദിച്ചു വല്ല നന്മയും കിട്ടിയോ അർഹിക്കാതെ? നന്മ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒന്നിച്ചൊന്ന് പാടാം. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, ചോദിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി, ചോദിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി, നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കു ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ, നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ, സത്യദൈവത്തിലേകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ, സത്യദൈവത്തിലേകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ, വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുകയെന്നിൽ, വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ. കരങ്ങളടിച്ച് നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കോ ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കോ ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഓസ്റ്റൻ ബ്രദറെ, ഇനി വന്നതിന്റെ അടുക്ക വന്നിരുന്നു. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, ഓ ചോദിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി, ചോദിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. സ്തോത്രം. കർത്താവിന്റെ ചെറുകടിയിൽ നമുക്ക് എല്ലാവർക്കും ആയിരിക്കാം. ഇത് വാസ്തവത്തിൽ വീണളം വിദ്യയാക്കുക എന്ന് പറഞ്ഞ പോലെ എവിടെയും ഒരു അവസരം കിട്ടിയത് അണ്ടർ ദ വിങ്സിൽ നിങ്ങളുമായിട്ടൂടെ പങ്കിടണമെന്ന് എന്റെ ആഗ്രഹം. വാസ്തവത്തിൽ ഞങ്ങൾ കൊല്ലം പട്ടണത്തിന്, കൊല്ലത്തിന്റെ ഒത്ത നടുക്ക് ഞങ്ങളിരിക്കാം. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഏത് ദിവസമാണെങ്കിലും അതിന്റെ മുമ്പിലത്തെ ആഴ്ച എടുത്തതാണ്. ഇന്ന് ഡിസംബർ 4 ശനിയാഴ്ച കൊല്ലത്ത് റാവിസ് ഹോട്ടലിലായിരുന്നു നമ്മുടെ അമേരിക്കയിലെ അബു ബ്രദറിന്റെ മോൻ അരുണും
സാമ്പ്രദന്റെ മോള് ഗ്രേസുമായിട്ടുള്ള കല്യാണമൊക്കെ നടത്തിയിട്ട് ഞങ്ങൾ വരിക. അടുത്ത തലമുറകളെയൊക്കെ ദൈവം ശക്തമായിട്ട് ആ അരുൺ അമേരിക്കയിലുണ്ടായ ഉണർവിൽ നല്ലൊരു പ്രോഫറ്റായിട്ട് മാറി. 1.5 ആഴ്ചയായുള്ള എൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആ എൻ്റെ മോന് വെന്നിബ്രതന്റെ മോൻ സച്ചിന്, വെന്നിബ്രതന്റെ മോൻ സച്ചിന്റെ സാക്ഷ്യം ഞങ്ങൾ എത്ര 1000 തവണ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. കണ്ണിന് കാഴ്ചയില്ലാതെ ജനിച്ച കുഞ്ഞ് സൗഖ്യമായി. ആ ആൾ ഇന്ന് അനേകർക്ക് കണ്ണിന് കാഴ്ച കൊടുക്കും. സച്ചിൻ പ്രാർത്ഥിച്ച് എത്ര പേർക്ക് സൗഖ്യം. സച്ചിന്റെ വചന ശുശ്രൂഷ വലിയ അനുഗ്രഹമാണ്. അവരെല്ലാം കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ അതുപോലെ ഈ ഉണർവിൽ വന്ന ഒരു കുടുംബമാണ് ഓസ്റ്റിൻ ബ്രദറും ഫാമിലിയും. ഫാമിലി ഒന്ന് കൈവീശി കാണിക്കും. ഈ മക്കളും ഒക്കെ ഇന്ന് വളരെ പവർഫുള്ളായി. ഓസ്റ്റിൻ ബ്രദർ ഈ കൊല്ലംകാരൻ, ഞാൻ വെന്നിബ്രദർ ഇവിടെ നിന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ അകത്തോട്ട് പോയത്, ഇവിടെ കുണ്ടറയിൽ നടന്ന ഒരു മീറ്റിങ്ങിൽ ഈ സഹോദരൻ ചേർന്നു. ഈ സഹോദരൻ ആ TV മീറ്റിങ്ങിൽ കരഞ്ഞോണ്ടോടി വന്നൊരു സീൻ. സൗകര്യം ഒന്നുണ്ടായിരുന്നു. സൗകര്യം ഉണ്ടായിരുന്നു. സിസ്റ്റർ ഉണ്ടായിരുന്നു. പിള്ളേരുണ്ടായിരുന്നു. പിള്ളേരില്ലായിരുന്നു. അന്നത്തെ ആ പ്രോഗ്രാമിൽ സ്തോത്രം ആ ഓടി വന്ന സംഭവം അന്നത്തെ അതേത് വർഷമായിരുന്നു എന്നല്ലോ ഓർക്കുന്നുണ്ടോ? 2007 മെയ് മാസം 11-ാം തീയതി ദിവസം വരെ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, എൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് അന്നായിരുന്നു. കർത്താവിനെ തൊട്ട ദിവസം അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അന്ന് ഞാൻ അവിടെ കടന്നു ചെന്നത് പൂർണ്ണമായും ഞാൻ നിരാശയുടെ പട്ടുകുഴിയിൽ നിന്നുകൊണ്ട് ഇനി ഒരു മുന്നോട്ട് ഒരു ചുവട് പോലും വെക്കാൻ സാധിക്കാത്ത എന്തൊക്കെ ബിസിനസ്സുകളാണ് ഉണ്ടായിരുന്നത്? ഞാൻ ഹോം അപ്ലയൻസ് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇവിടുത്തെ എനിക്ക് ഹോം അപ്ലയൻസിന് ഏറ്റവും വലിയൊരു സ്റ്റോറായിരുന്നു. ഇന്ത്യയിലെ ടോപ്പ് 10 ഡീലേഴ്സിൽ ഒരാളായിരുന്നു. ഒന്ന് ഒരു സമയത്ത് ഇവിടുത്തെ ഓണം സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ടെലിവിഷനുകൾ വിൽക്കുന്ന, അതായത് അന്ന് TV തുടങ്ങിയ സമയത്ത് ഞാൻ TV ഉണ്ടാക്കിയാണ് ഞാൻ ബിസിനസ്സിൽ വരുന്നത്. അന്ന് ഡൽഹിയിൽ നിന്ന് TV അസംബ്ലി ചെയ്ത് എടുത്തുകൊണ്ട് വന്ന് തുടങ്ങി. അതിനുശേഷം പല ഏജൻസികളും എടുത്തു. അങ്ങനെ പല കമ്പനികളുണ്ട്. BPLന്റെ നമ്പർ 1 ഡീലറായിരുന്നു. അത് LGയുടെ മില്ലേനിയം ഡീലറായിട്ട് ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്ത 10 പേരിൽ ഒരാളായിരുന്നു ഞാൻ. അതിൽ അന്ന് അതുപോലെ അങ്ങനെ പല കമ്പനികളുടെയും നമ്പർ 1 ആയതിന്റെ ഇതിൽ ഞാൻ പല വിദേശ രാജ്യം 35ഓളം വിദേശ രാജ്യങ്ങൾ കമ്പനി ഇൻസെന്റീവായിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. കാറുകൾ എല്ലാം എനിക്ക് ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഒരു വലിയ സാഹചര്യം, വലിയൊരു ബിസിനസ്സിൽ വലിയ ഉന്നതങ്ങളിൽ നിന്ന് ഒരു സമയത്ത് എല്ലാവരും പറയായിരുന്നു ഇനി എന്നെ ബാലു എന്നാ കൊല്ലത്ത് എല്ലാവരും അറിയപ്പെടുന്നത്, ഓസ്റ്റിൻ എന്ന് പേരാണെങ്കിൽ ഇനി ഒരിക്കലും തിരിഞ്ഞു നോക്കണ്ട, അത്രത്തോളം എല്ലാവരും പറഞ്ഞു. അവൻ പോക്ക് അത്ര ഉയർന്ന ലെവലിലോട്ടാ പോകാൻ. ആ സമയത്ത് ഞാനൊരു 29ാമത്തെ വയസ്സിൽ ഞാനൊരു വീട് വെച്ചു. കൊല്ലത്തെ ഏറ്റവും വലിയ വീടാണ് ഞാൻ വെച്ചത്. ഒരു 4 ബെഡ്റൂമുള്ള, അന്നത്തെ കാലത്ത് AC ഒക്കെ ഇല്ല, പക്ഷെ സെൻട്രലൈസ് AC പോലാണ് അന്ന് ചെയ്തത്. അങ്ങനെ 24 hours സെക്യൂരിറ്റി, 2 സെക്യൂരിറ്റി ഉണ്ട്, 2 കാർ. 29ാമത്തെ വയസ്സിൽ അവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞ് ബിസിനസ്. അപ്പൊ ആ സമയത്ത് കൊല്ലത്തെ ഒരു പൗരപ്രമുഖൻ എന്ന് വേണമെങ്കിൽ പറയാം. കൊല്ലത്ത് എന്ത് വിശേഷങ്ങൾ ഉണ്ടായാലും എന്നെ വിളിക്കാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്ത് കാര്യം ഉണ്ടെങ്കിലും ആ ലെവലിലായിരുന്നു. കാര്യം മർച്ചന്റ് അസോസിയേഷന്റെ ചേംബർ ഓഫ് കോമേഴ്സിന്റെ പ്രസിഡന്റ്, രാമവർമ്മ ക്ലബ് മെമ്പർ, റോട്ടറി ക്ലബ് പ്രസിഡന്റ്, പിന്നെ വൈസ്മെൻ ക്ലബിന്റെ ഡിസ്ട്രിക്ട് ഗവർണർ എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചു. അപ്പൊ എല്ലാം കൊണ്ടും എല്ലാവർക്കും അറിയപ്പെടുന്നു. ഇന്നും എന്നെ ഈ പ്രദേശത്ത് എല്ലാവർക്കും എന്നെ അറിയാം. എന്റെ പേര് പറഞ്ഞാൽ, എന്റെ സ്ഥാപനം AB ട്രേഡ് ലിങ്ക്സ് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം. കാര്യം അക്കാലത്ത് ഈ അതെ, അന്ന് ആദ്യകാലത്ത് TV തുടങ്ങിയ സമയത്ത് ഇവിടെയുള്ള കൊല്ലം ജില്ലയിൽ തന്നെ ഏതാണ്ട് 80% വീടുകളിലും ഇരിക്കുന്ന ഗൃഹോപകരണങ്ങൾ എന്റെ നിന്ന് വാങ്ങിച്ചതാണ്. അത്രത്തോളം വലിയൊരു സെയിൽ. കട തുറന്നു കഴിഞ്ഞാൽ, ഷട്ടർ പൊക്കി കഴിഞ്ഞാൽ ആളുകൾ ഇടിച്ചു കയറും. ഇന്ന് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ആടി സെയിൽ നടക്കുമ്പോൾ വലിയ കടകളിലൊക്കെ ഈ വടം കെട്ടി ഇതുവരെ നമ്മൾ കേട്ടത് ഗ്രാഫ് ഇങ്ങനെ മുകളിലോട്ട് പോയതാ. എന്നാ മുകളിൽ ചെന്നേച്ച് ഇനി തിരിഞ്ഞു നോക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ താഴോട്ട് നോക്കേണ്ടി വരും, വീഴുക താഴോട്ട്. വീഴ്ച എങ്ങനെയായിരുന്നു? ലോകം മുഴുവൻ എല്ലാവരും അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു. എന്റെ ബിസിനസ്സിലുള്ള എക്സ്പാൻഷൻ, പല കാര്യങ്ങൾ, എന്റെ കാര്യത്തിൽ ഒരു ആക്സിഡന്റ് പറ്റി. ഇതെല്ലാം വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് എന്റെ ബിസിനസ്സിൽ യൂട്ടേണായി. ബിസിനസ് പെട്ടെന്ന് തിരിച്ചു വരാൻ പോയി തകർച്ചയിലോട്ട് കിടക്കാൻ തുടങ്ങി. അത് തകർച്ച എന്ന് പറഞ്ഞാൽ പിടിച്ചാൽ കിട്ടാത്ത നിലയിലോട്ടുള്ള തകർച്ചയായി. കാര്യം കണ്ടമാനം ക്രെഡിറ്റ് പോയി,
ബിസിനസ് നിയന്ത്രിക്കാൻ പറ്റാത്ത നിലയിലോട്ട് എത്തി. പല രീതിയിലും 10-60 സ്റ്റാഫുകളുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം നമ്മൾ ഈ രീതിയിലും മിസ്മാനേജ്മെന്റ് എന്നെല്ലാം പറയാം. പക്ഷെ ഇതെല്ലാം ഞാൻ കാണുന്നത് നന്മയ്ക്കായിട്ട് മാറി. വചനം പറയുന്നത് സകലതും നന്മയ്ക്കായിട്ടൊരു കാര്യം പിന്നെ വേറെ ഇപ്പം ഓസ്റ്റിൻ ബ്രദർ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലും ആളാണേലും ആ ക്രിസ്തുവിനെ അറിഞ്ഞില്ല. ഇപ്പൊ നന്മയ്ക്കായിട്ട് മാറിയെന്ന് ഓസ്റ്റിൻ ബ്രദർ പറയാനൊരു കാര്യം, നഷ്ടപ്പെട്ടതിന്റെ പരശതകോടി ഇരട്ടിയുള്ളൊരു ദാനം കൈ കിട്ടി. അതിന്റെ പേര് യേശു. ശരിയാണോ? അതെ. അപ്പൊ ഇങ്ങനെ തകർന്ന അന്നുണ്ടായ ഒരു തകർച്ചയെ കുറിച്ച് പറഞ്ഞാൽ ഏത് ലെവൽ വരെ പോയി? തകർച്ച ഏതാണ്ട് 3.5 കോടി രൂപ അന്നത്തെ കാലത്ത്, ഏതാണ്ട് 17-18 വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 3.5 കോടി കട. ആ സമയത്ത് എന്റെ വീട് ജപ്തിയായി. വീട് പൂട്ടിക്കൊണ്ടുപോയി. ബാങ്കുകാർ താക്കോല് പൂട്ടിക്കൊണ്ടുപോയി. പിന്നെ എല്ലാ നിലയിലും നമ്മളിന്ന് പറയുമ്പോണ്ടല്ലോ ബെന്നിബ്രദർ ഇതുപോലൊക്കെ കേൾക്കുന്ന ഒത്തിരി പേര്. ഞങ്ങൾ ആക്ച്വലി ഞാനും ബെന്നിബ്രദർ ഇവിടെ ഓസ്റ്റിൻ ബ്രദറിന്റെ ഓസ്റ്റിൻ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ പുതിയൊരു പരിപാടി, അതിന്റെ കൊല്ലത്തെ ഒരു ചെറിയൊരു ഓഫീസ് കൊല്ലത്തിന് വേണ്ടി തുറക്കാം. മെയിൻ ഓഫീസ് എവിടെയുള്ള? പാലക്കാടാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ എല്ലാം സെൻട്രലൈസ്ഡ് ഓഫീസ്. അപ്പൊ ഇവിടെ തുറക്കുന്ന അടുത്ത ദിവസം തുറക്കുക. അതിനു മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. കല്യാണത്തിന് വന്നാൽ അത് കയറിയപ്പോൾ ഞാൻ ഒരു പാട്ട് പാടി. അതാ ഈ പാട്ട്, അർഹിക്കാത്ത നന്മ. അപ്പം ഓസ്റ്റിൻ ബ്രദർ ഇവിടെ നിന്നോ പെട്ടെന്ന് ആ കൊണ്ട്ര മീറ്റിംഗിൽ അദ്ദേഹം കരഞ്ഞോണ്ട് ഓടി വന്ന കാഴ്ച എന്റെ മനസ്സ് വരിക. ഈ പട്ടണത്തിലെ ഏറ്റവും പൗരപ്രമുഖനായിരുന്ന ആൾ സുവിശേഷത്തിന് മുമ്പിൽ മുട്ടുമടക്കി. ആ മുട്ടുമടക്കലായിരുന്നു ആ കാര്യം. ആ തകർച്ച ഒരു ദിവസം കൊണ്ടൊന്നുമല്ല, പക്ഷെ ഇന്ന് വീണ്ടും കർത്താവ് ഉയർത്തി മാനിക്കും. അതാ ബെന്നിബ്രദറിന്റെ ഒരു കാര്യം. അപ്പൊ അങ്ങനെ തകർന്നത് നല്ലതായെന്ന് ഇപ്പൊ പറയുന്നത്. 3.5 വർഷക്കാലം ഞാൻ ഈ അവസ്ഥയിൽ തന്നെ കഴിഞ്ഞു, തകർച്ചയിൽ. അങ്ങനെ ഞാൻ അതിനെ രക്ഷയ്ക്ക് വേണ്ടി എന്തെല്ലാം വഴികൾ നോക്കി. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ പരമാവധി നോക്കി. കാരണം എന്റെ മൊത്തമുള്ള അസറ്റ് നോക്കിയാൽ 1 കോടി രൂപയ്ക്കകത്തേ ഉള്ളൂ. കൊടുക്കാനുള്ളത് 3.5 കോടി. ഒരു അന്തരവും ഇല്ല. അപ്പൊ വിറ്റാലും നടക്കത്തില്ല, ബാധ്യത തീരത്തില്ല. ഈ അവസ്ഥയിലൊന്നുമില്ല. ആ സമയത്ത് എന്റെ മക്കളുടെ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കാൻ വേണ്ടി അവർക്ക് ആ സമയത്ത് എന്റെ കർത്താവ് അത്ഭുതമാണ് ചെയ്തത്. എന്റെ മക്കൾ പഠിച്ചത് ഊട്ടിയില്ല. ആ സമയത്ത് എന്റെ വൈഫിന്റെ ഒരു സിസ്റ്റർ ആന്റി വന്നിട്ട് അവിടുത്തെ ഒരു സ്കൂളിലെ ടീച്ചറാണ്. ആന്റി ഈ മക്കളെയും വൈഫിനെയും കൂടെ ഊട്ടിയിൽ കൊണ്ടുപോയി. അവിടെ താമസിപ്പിച്ചു. ഇത്രയും വലിയ വീട്ടിൽ താമസിച്ച ഇത്രയും ഞങ്ങള് ഈ മക്കള് പോയി താമസിച്ചു. ഇതിനേക്കാളും ചെറിയൊരു മുറിയിലാണ് താമസിച്ചു. ഈ കാണുന്ന ഒരു കുഞ്ഞു മുറിയേക്കാൾ ചെറിയൊരു മുറിക്കകത്ത് ഇവര് താമസിച്ചു. ഈ താമസമൊക്കെ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. അന്ന് ഈ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാല് എനിക്ക് ആ വീട്ടിൽ കിടക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് കിടക്കണമെങ്കിൽ ഞങ്ങൾക്ക് 4 പേർക്ക് കൂടെ കിടക്കാൻ പറ്റത്തില്ല. ഒരു കട്ടിലിട്ട് കഴിഞ്ഞാൽ വേറെ സ്ഥലമില്ല. അമ്മയും 2 മക്കളും കൂടെ കിടക്കുന്ന. ബാക്കിയുള്ള ഞാൻ ചെന്ന് കഴിഞ്ഞാൽ മോൻ അടുത്ത വീട്ടില് ആന്റിയുടെ വീട്ടിൽ പോയി കിടക്കുന്നു. അതായിരുന്നു അവസ്ഥ. അങ്ങനെ ഇരുന്ന ആ അവസ്ഥയിൽ ഞാൻ പലപ്പോഴും ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഇവരെ കൊണ്ടുവന്ന് ആക്കിയിട്ടെല്ലാം വന്ന സമയത്ത് ഞാൻ എനിക്ക് ഇനി എന്ത് ചെയ്യും, ഒരു മാർഗവും ഇല്ലാത്ത ഒരവസ്ഥ. അങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മുടെ കൊല്ലത്ത് ഈ ക്രൂസൈഡ് നടക്കുന്നത്. നമുക്കറിയാം, തൊട്ടടുത്ത പീരങ്കി മൈതാനം, വലിയ മീറ്റിംഗ്. ആ പീരങ്കി മൈതാനത്ത് 2006 അവസാനം നടക്കുന്ന മീറ്റിംഗ്. അപ്പൊ ആ മീറ്റിംഗിലേക്ക് ഞാൻ കടന്നു വരാൻ കാര്യമുണ്ട്. വേറെ ഈ കടയെല്ലാം കാലിയായി, ബിസിനസ്സുകളെല്ലാം തകർന്നു. പിന്നെ മിനറൽ വാട്ടറിന്റെ കച്ചവടം, ഫാദറില ഒരു കുറച്ച് മിനറൽ വാട്ടർ എടുത്തു തന്നു. ആ മിനറൽ വാട്ടറിന്റെ കച്ചവടം ചെയ്യാനായിട്ട്. അപ്പൊ അന്ന് അവിടുന്ന് നമ്മുടെ സഹോദരന്മാർ വന്നിട്ട് മിനറൽ വാട്ടർ ചോദിച്ചു. അപ്പൊ ആ മിനറൽ വാട്ടർ മീറ്റിംഗിന് വേണ്ടി മിനറൽ വാട്ടർ ചോദിച്ചു. അങ്ങനെ അത് എടുക്കാൻ വേണ്ടി വന്നു. ആദ്യത്തെ ദിവസം മീറ്റിംഗിന് വേണ്ടി മിനറൽ വാട്ടർ ചോദിച്ചു, വെള്ളം ചോദിച്ചു. ഇദ്ദേഹത്തിനകത്ത് വന്നു. ഇദ്ദേഹത്തിന് ജീവജലം കിട്ടി. നമ്മുടെ എന്തോ ഒന്നുകൂടെ പറയണേ, എന്നാ പറഞ്ഞു? 2006 പീരങ്കി മൈതാനത്ത് മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തന്നു. അന്ന് 2006 അവിടുന്ന് ഞാൻ ദുബായിക്ക് വരുമ്പോൾ എന്നോട് കമ്പറൂർ നേരെ പോലെ 3 മാസം ഒരു വീടെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഈ ദേശത്തുള്ള ഇതുപോലുള്ള കാരണവർ വിടുവിക്കപ്പെടണം എന്ന് പറഞ്ഞ് 3 മാസം ഒരു വീടെടുത്ത് ആശ്രമം ഗ്രൗണ്ടിന് തൊട്ടടുത്ത്, ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ പ്രാർത്ഥിച്ചു. ഇപ്പൊ ഞാനത് കേട്ടപ്പം കർത്താവിനോട് പറയാം, അന്ന് പ്രാർത്ഥിച്ച ഫലം അതേ ഇരിക്കുന്നത്. ഇപ്പോൾ എനിക്കത് പിടികിട്ടി. ഇദ്ദേഹം അന്ന് നിങ്ങൾ വെള്ളം ഇദ്ദേഹത്തോട് ചോദിച്ചു. അതായത് യേശു ശമരിയക്കാരത്തി സ്ത്രീയോട് എന്ത് ചെയ്തു? എനിക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞ് വെള്ളം ചോദിച്ചു. സ്വത്രാവണ അവള് പറഞ്ഞു, നിനക്ക് തൊട്ടിയും കയറൊന്നുമില്ലല്ലോ, എങ്ങനെ പോയിരുന്നെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്നോട് ചോദിക്കുന്ന ഞാനായിരുന്നു,
നവീൻ ബ്രദറൊപ്പം തിരിച്ചു പറഞ്ഞു, നിന്നോട് മിനറൽ വാട്ടർ ചോദിക്കുന്ന ഞാൻ ആരാണ്? എന്റെ കയ്യിൽ ജീവന് വെള്ളമായ യേശു ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളോട് ചോദിക്കുക, ജീവന്റെ ജലം. ഹലോ, ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരോടും പറയട്ടെ, യേശുവാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ കാരണം. യേശുവാണ്, യേശുവാണ്, യേശുവാണ്. യേശു ഒരു കഥയല്ല, യേശു സ്വർഗവിരുന്നിന്റെ അല്ല, യേശു ക്രിസ്ത്യാനിയുടെ അല്ല, യേശു സകല മാനവജാതിയുടെ യേശുവാണ്. യേശു ജീവനോടെയുണ്ട്. യേശുവിനെ വിടുവിക്കാൻ കഴിയാത്ത ആരും ഞങ്ങളെ കേൾക്കുന്നില്ല. ഈ കുടുംബത്തെ വിടുവിച്ച കർത്താവ് അന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു അല്ലേ? 3 മാസത്തെ പ്രാർത്ഥനയുടെ ഫലം അന്ന് നോക്കിയത് ആ ക്രൂസൈഡിൽ ടൂറിസ്റ്റ് ബസ് നിറച്ച്, എനിക്ക് തോന്നുന്നു എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇവിടെ ഒരു കടപ്പുറമുണ്ട്, തിരുവല്ലാവാരത്ത്. ഇതെല്ലാം അന്ന് കൊല്ലത്തൊരു സംഭവമായിരുന്നു. കാരണം കൊല്ലത്ത് ഞാനായിരിക്കുന്ന വിശ്വാസത്തിലായിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രസ്റ്റിയായിരുന്നു. ആ സഭയുടെ ട്രസ്റ്റിയായിരുന്നു. അപ്പോൾ അന്ന് അവിടെ അനൗൺസ് ചെയ്തു, ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു, എല്ലാവരും ഇതിലേക്ക് ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അടിയന്തര മീറ്റിംഗ് വരെ കൂടി. ഈ സമയം വരെ കൂടിയാണ്. അത് കഴിഞ്ഞ് അങ്ങനെയാണ് ഈ സ്വർഗീയവരെന്ന് അറിയുന്നത്. അതെ, അത് കഴിഞ്ഞ് ഈ സഹോദരൻ വന്ന് വിളിച്ചതിന്റെ വെളിച്ചത്തിൽ ഞാൻ ഒരു ദിവസം മീറ്റിംഗിലേക്ക് കടന്നു വരും. ഈ ആശ്രാമ മൈതാനം മെയിൻ മീറ്റിംഗിലോട്ട് കടന്നു വന്നപ്പോൾ ഒരു മനുഷ്യ സമുദ്രം, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അപ്പോൾ തങ്കു ബ്രദർ ആ സമയത്ത് പ്രസംഗിക്കുകയാണ്. തങ്കു ബ്രദർ പറയാണ്, കോടിക്കണക്കിന് കടമുള്ള എന്നെ കർത്താവ് വിടുവിച്ചു. ആദ്യത്തെ മെസ്സേജ് ഞാൻ കേൾക്കുന്നത്. അപ്പൊ ഞാൻ ഉടനെ തന്നെ ഈ കേട്ടുടനെ ഞാൻ ആലോചിച്ചു, ഈ കർത്താവിനാണല്ലോ ഞാനും വിളിക്കുന്നത്. അവൻ പറഞ്ഞു, എനിക്ക് ഈ ബാധ്യതകൾ ഉണ്ടായിരുന്നു, കർത്താവ് നിങ്ങളൊരു കാര്യം ചെയ്യാവോ, നിങ്ങളുടെ കടഭാരവും പ്രശ്നങ്ങളും അവങ്കിലേക്ക് വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എങ്കിൽ നിങ്ങളെ കർത്താവ് വിടുവിക്കും. എനിക്ക് എന്റെ ഹൃദയത്തിലൊരു ടച്ചായി. ഞാൻ അടുത്ത ദിവസങ്ങളിൽ 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഈ തങ്കുറാറിന്റെ നമ്പർ വാങ്ങിച്ചു. ഈ നമ്പർ വാങ്ങിച്ചിട്ട് ഞാൻ വിളിക്കാൻ തുടങ്ങി. തങ്കുറാറിനെ കിട്ടുന്നില്ല. ഒരു ദിവസം ഞാൻ പിന്നെ കാണുന്നത് നമ്മുടെ 11 മണിക്കുള്ള പവർ വിഷനാണ്. ഈ പവർ വിഷൻ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വിളിക്കും. ഒരു ദിവസം പവർ വിഷൻ കണ്ടു കഴിഞ്ഞ് വിളിച്ച ഉടനെ ബ്രദർ എടുത്തു. ബ്രദർ എന്തോ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക, സംസാരിക്കും. ബ്രദർ കൂടുതലൊന്നും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ കൊല്ലത്തുള്ളതാണ്, എനിക്കിങ്ങനെ വലിയ കടബാധ്യതയിൽ നിൽക്കുകയാണ്, ഞാനിങ്ങനെ മീറ്റിംഗിൽ വന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല. എല്ലാ ഞായറാഴ്ചയും സലാമത്ത് ഹാളിൽ മീറ്റിംഗ് നടക്കുന്നുണ്ട്, അവിടോട്ട് പോവുക, അത്രയും മാത്രമേ പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല. ആ ഞായറാഴ്ച ഞാൻ അതനുസരിച്ചു. ഞാൻ കടന്ന് ആ സലാമത്ത് ഹാളിൽ ചെന്നപ്പോൾ നടന്നൊരു സംഭവം നവീൻ ബ്രദർ പറഞ്ഞൊരു കാര്യം. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മീറ്റിംഗ് ബാക്കിൽ നിൽക്കുക. മീറ്റിംഗ് അപ്പോൾ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം അതുവരെ ഞാൻ എവിടെ ആയിരുന്ന സ്ഥലത്തോ അവിടെ മുടങ്ങാതെ തിങ്കൾ മുതൽ ഞായർ വരെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഞാൻ അന്നത്തെ ദിവസം അത് മാറ്റി ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടോട്ട് വന്ന് കയറിയപ്പോൾ എനിക്കൊരു മഹാസന്തോഷം എനിക്ക് അനുഭവിക്കാൻ തുടങ്ങി. മാത്രമല്ല, ആ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ എന്റെ ചുറ്റും എല്ലാവരും ഓടിക്കൂടിയിട്ട് വന്നിട്ട് പറയുക, സഹോദരിമാരെല്ലാം ഉണ്ട്, ഓടിക്കൂടിയിട്ട് വന്നിട്ട് പറയുക, സാറേ, ബ്രദറെ എല്ലാം വിളിച്ചട്ടെ, ഞങ്ങൾ ബ്രദറിന് വേണ്ടി വിളിച്ചു. ഈ നവീൻ ബ്രദർ പറഞ്ഞ അതേ സംഭവം, ഞങ്ങൾ ബ്രദറിന്റെ പേരെഴുതി വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്തോത്രം. പേരെഴുതി വെച്ചു. ഈ പട്ടണത്തിലെ പ്രമുഖരായ വ്യക്തികളുടെ അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ച സഹോദരിമാർക്ക് കൊടുത്ത ഈ ബ്രദർ നവീൻ ബ്രദർ പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്റെ ഹൃദയത്തിൽ സത്യം, എനിക്ക് അത് പറയാലോ, കർത്താവ് എത്രത്തോളം ആ ഹൃദയത്തിന്റെ വിചാരങ്ങൾ അറിയുന്ന കർത്താവ്. അവൻ മുന്നമേ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കണ്ട കർത്താവ്. ആ കർത്താവ് എന്നെ കണ്ടിരുന്നു, എന്റെ വിടുതലായിരുന്നു അന്ന്. സലാമത്ത് ഹാളിൽ ഇവിടുത്തെ റെഗുലർ മീറ്റിംഗിന് വരാൻ തുടങ്ങി അവിടെ ഇരുന്നപ്പോഴാണ് സുനിൽ ബ്രദർ വരുന്നത്. സുനിൽ ബ്രദറാണ് പിന്നെ എന്റെ ജീവിതത്തിൽ പിന്നെ രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ. സുനിൽ രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ. അത് ഭയങ്കര. നിങ്ങൾ രണ്ടും കൂടെ ഇവിടെ സുനിൽ ബ്രദറെ പറഞ്ഞ്, സുനിൽ ബ്രദറാണ് ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് എന്റെ വീടിന്റെ ജപ്തികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. 7ാമത്തെ ലെയർ. അപ്പൊ ഞാൻ കർത്താവിനെ അറിഞ്ഞു, എനിക്ക് ആ ഇതിലായി ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ 2007 കുണ്ട്രയിൽ നടക്കുന്ന TVS മീറ്റിംഗ് നടക്കും. അപ്പൊ എന്താ പറഞ്ഞ ഇങ്ങോട്ട് വന്ന് പറഞ്ഞോളൂ. സാക്ഷ്യം പറയുമ്പോൾ എന്റെ ഓർമ്മ വരുന്നത്, ഇദ്ദേഹത്തിന് ഒരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഹൗസ് വിസിറ്റിന് പോകുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തെ കൂട്ടിയാ പോകുന്നത്. ഇദ്ദേഹം വരുന്നത് ഹൗസ് വിസിറ്റിന് വരുന്നതല്ല, ഒരു 2-3 മണിക്കൂർ ഇവിടുന്ന് മാറി നിൽക്കുവാണെങ്കിൽ അത്രയും പ്രയോജനമാണെന്ന് വിചാരിച്ചു വരുന്നതാണ്. ഫേസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഈ വണ്ടിയെ പോകുമ്പോഴത്തേക്ക് ഓസ്റ്റിൻ ബോർ എപ്പോഴും പറയും, സുനിൽ ബോറെ നമ്മൾ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ, ഈ വണ്ടിയെ തിരിച്ചു വരുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. കാരണം ബാങ്കുകാര് എപ്പോ വേണമെങ്കിലും വന്ന് വിളിച്ചുകൊണ്ട് പോകും, വണ്ടി കൊണ്ടുപോകും. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പലപ്പോഴും വിസിറ്റിങ്ങിന് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ TV മീറ്റിംഗ് നടക്കുന്നത്. അങ്ങനെ പിന്നെ TV മീറ്റിംഗിലേക്ക് ഞാൻ കടന്നു വരാൻ കാരണം സുനിൽ ബാർ പറഞ്ഞു ഇങ്ങനെ മീറ്റിംഗ് നടക്കുന്നു എന്ന് പറഞ്ഞു.
ആ നടക്കുന്നു എന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ പിന്നെ ഞാനും എൻ്റെ വൈഫിനെയും കൂടെ കൂട്ടിയിട്ട് ഞാൻ അങ്ങനെ ആ മീറ്റിങ്ങിലേക്ക് കടന്നു പോകാനിടയായി. ചെന്നപ്പോൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് 4ാമത്തെ നിലയിലാണ് ആ ഹാളിലോട്ട് 4ാമത്തെ നിലയിലോട്ട് കയറി ചെന്ന് ഈ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുന്നത് ഈ ഹാളിലോട്ടാണ്. ഈ ഇറങ്ങുന്ന സമയത്ത് എന്നെ ആരോ ഒന്ന് അങ്ങ് കെട്ടിത്തുറഞ്ഞ് യേശു സഹോദരനെ സ്നേഹിക്കുന്നു. ഞാൻ ആ ബ്രദറിനെ അന്വേഷിക്കുക, ആരാന്നറിഞ്ഞു. കാരണം ഈ കൊല്ലത്തും കുണ്ട്രയിലുമുള്ള മുഴുവൻ സഹോദരങ്ങളെ എനിക്കറിയാം, ഇവിടെ ഉള്ള എല്ലാവരെയും അറിയാം. പക്ഷെ ഇന്നും എനിക്ക് അറിഞ്ഞുകൂടാ ആരാണ്. എനിക്ക് ആ സ്പർശനം അത് കഴിഞ്ഞ് ഞാൻ അകത്തോട്ട് കയറി. അപ്പം ഫുള്ള് ആ ഗ്രൗണ്ട് ആ ഹാള് നിറഞ്ഞിരിക്കും ഓഡിറ്റോറിയം. എന്റെ ബാക്കിലാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ അടുത്ത് നിന്നുകൊണ്ടിരുന്ന സമയത്ത് ബ്രദർ തോമസ് ബ്രദർ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ കടവാരമായിട്ട് വന്ന വ്യക്തികളുണ്ട്, നിങ്ങളുടെയൊക്കെ ഞാൻ പറയുക അതേ സെയിം വേർഡ് തങ്കു ബ്രദർ പറഞ്ഞ അതേ കാര്യം തോമസ് ബ്രദർ പറയുകയാണ്. എന്താണ് പറയുന്നത്? നിങ്ങൾ ഈ ഭാരം ഒന്ന് ഇട്ട് കൊടുക്കാവോ? നിങ്ങൾ ഇവിടുന്ന് ഇറക്കി വെച്ചിട്ട് പോകാൻ തയ്യാറുണ്ടോ? നിങ്ങൾ അതുമായിട്ട് പോയാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ നിൽക്കും. ഇന്ന് കർത്താവിന് ആ ഭാരം കൊടുക്കാം, അവൻ എടുക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ ഭാരങ്ങൾ അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നതിന് വേണ്ടി വരുക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ ആ കർത്താവിന് നിങ്ങൾ ഇട്ടുകൊടുക്കുക നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും. ഞാൻ ആ പറഞ്ഞ നിമിഷം ഞാൻ പറഞ്ഞു, കർത്താവ് എന്റെ താണ്ട എല്ലാ കടവും പ്രശ്നങ്ങളും ഞാൻ താണ്ടി ഇട്ട് തരിക എന്ന് പറഞ്ഞ് ഈ പറഞ്ഞു തീർന്നില്ല, ഞാൻ നിലത്ത് പോയി. ഞാൻ ആ സംഭവം ഇപ്പോൾ ഇന്ന് ഇവിടെ കയറി വരുമ്പോൾ ഈ വലിയൊരു അജാനുഭാവമായ മനുഷ്യൻ പുറയിൽ നിന്നു, കൈ ഉയർത്തുന്നു, കരയുന്നു, നിലത്തോട്ട്. സിസ്റ്ററുടെ വാക്കിലെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? അന്ന് ഞാൻ കാണുന്നത് മത്സ്യം താഴെ വീഴുകയാണ് ചെയ്തത്. ബ്രദറിന്റെ ഇത് കേട്ട ഉടനെ മത്സ്യം താഴെ വീണു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രദർ പിടിച്ചു പൊക്കി നിർത്തി പ്രാർത്ഥിപ്പിച്ചു, എല്ലാരെയും കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു മത്സ്യനെ. അങ്ങനെ അന്ന് അവിടെ വെച്ച് അടുത്ത എൻകൗണ്ടർ ഉണ്ടായി. അപ്പൊ ഓൾറെഡി കൊല്ലം മീറ്റിങ്ങിന് വന്ന് നമുക്കൊരു അനുഭവമായി, അന്നൊരു അനുഭവം ഉണ്ടായി. സ്തോത്രം. തുടർന്ന് ഇദ്ദേഹം വളരെ സ്ട്രോങ് ആയി. അന്നും എന്റെ ഈ പ്രശ്നങ്ങളെല്ലാം എനിക്ക് കിട്ടിയെങ്കിൽ ഞാൻ ഏതാണ്ട് 3.5 വർഷക്കാലമായി ഞാൻ ഉറങ്ങിയിട്ട്. എനിക്ക് ആദ്യത്തെ വിടുതൽ കിട്ടിയത് അന്നായിരുന്നു. 3.5 വർഷക്കാലം ഞാൻ 1 മണിക്കൂറിൽ ഉറങ്ങിയിട്ടില്ല. ഈ ഇത്രയും ഉറങ്ങായിരുന്നു എനിക്ക് എന്റെ 3.5 വർഷം 1/2 മണിക്കൂർ ഉറങ്ങിയിട്ടില്ല. 1/2 മണിക്കൂർ എനിക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. കാരണം എന്റെ മുമ്പിൽ ഭയമാണ്. കാരണം എന്റെ കട എനിക്ക് ഇന്ന് പറയാം. എനിക്ക് തോന്നുന്നത് ദേവദാസന്മാരെ സഹോദരന്മാരെ നമ്മൾ ഇത് ഇവിടെ വെച്ച് പറയിപ്പിക്കുമ്പോൾ ഇതുപോലെ ഉറങ്ങാത്തവരൊക്കെ കിടപ്പുണ്ട്. അവരെല്ലാം ഇന്ന് കർത്താവ് തൊടാൻ. ഇന്നിത് മൊത്തം സാക്ഷ്യം പറഞ്ഞാൽ തീരുകയല്ല. സ്തോത്രം. അതുപോലെ സാക്ഷ്യം നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. ഉറങ്ങാതെ കിടന്ന ആൾക്ക് ആദ്യം ഉണ്ടായ അനുഭവം വിടുതലാണ്. ബെന്നിബ്രദർ തങ്കുബ്രദറിന്റെ സാക്ഷ്യം കേട്ടാലും അന്ന് ആ മീറ്റിങ്ങിന് പോയപ്പോൾ ആദ്യം ഉണ്ടായ അനുഭവം സമാധാനം. എന്റെ വീട്ടിൽ യേശു ഇറങ്ങി ഈ സുവിശേഷം കേട്ടെന്ന് എനിക്കും ഉണ്ടായ ആദ്യ അനുഭവം. ഇന്നത്തെ കല്യാണത്തിന് ഞാൻ പറഞ്ഞ ആദ്യം ഒരു സമാധാനമാണ്. ആ സമാധാനം കിട്ടിയോ ബാക്കി മുഴുവൻ കിട്ടും. സ്തോത്രം. അല്ലാതെ നൂലെ കെട്ടി ഇറക്കുമെന്ന് ചോദിച്ചാൽ നൂലെ കെട്ടി ഇറക്കണേ കർത്താവ് ഇറക്കും. മീനിന്റെ വായു വേണ്ടേലും കൊണ്ടുതരും. അങ്ങനെയുള്ള അത്ഭുതങ്ങൾ നമുക്കെല്ലാം നടന്നിട്ടുണ്ട്. ജപ്തി നടപടികൾ മാറിപ്പോയ അനുഭവങ്ങൾ എനിക്കറിയാം. എന്നാൽ ഇന്ന് യേശുവിനെ സ്വീകരിച്ചു. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, മതം വിഷയമല്ല, ജാതി വിഷയമല്ല, തെറ്റുപറ്റിയോ യേശുവിനെതിരെ നിന്നാണോ, സുവിശേഷത്തെ തള്ളിക്കളഞ്ഞവരാണോ, യേശുവെ നിന്ന് വിളിച്ചാൽ കൈവിടത്തില്ല. യേശു ഒരു തോന്നലല്ല, ഈ സത്യവാനാണ്. നിങ്ങളുടെ സമീപമുണ്ട്. അങ്ങനെയാണ് ഒരു ദിവസം കൊണ്ടല്ല രക്ഷ കിട്ടിയത്. അന്ന് യേശുവിനെ കിട്ടി. കിടന്നുറങ്ങി എന്ന് ഞാൻ വന്ന് തിരിച്ച് 10 മണിയായി എന്റെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ആ വീട്ടിൽ വന്ന് ഞാൻ കയറി കിടന്നുറങ്ങി. ഞാൻ പിറ്റേ ദിവസം വൈകിട്ട് 5 മണിക്കാണ്. വൈകിട്ട് 10 മുതൽ പിറ്റേന്ന് 5 വരെ ഉറങ്ങി. 5 വരെ ഉറങ്ങി. ഇവരെല്ലാം അതിശയിച്ചു പോയി. എന്താണ് ആ കിട്ടിയ ആ സമാധാനം എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. പിറ്റേ ദിവസം മുതൽ ഞാൻ ഇറങ്ങി. ഇന്ന് മുതൽ സുനിൽ ബാർ ഇവിടെ വരുന്ന പറഞ്ഞാൽ ഇത് കണക്ക് ശുശ്രൂഷകൾക്ക് വേണ്ടി ഞാൻ വീട്ടിലോട്ട് ഇറങ്ങി. ഞാൻ എന്ന് പറയാൻ തുടങ്ങി, എന്റെ കടം മാറിയില്ല എങ്കിൽ പോലും പ്രശ്നങ്ങൾ അവിടെ നിൽക്കുമെങ്കിലും ഞാൻ വിളിച്ചു പറയാൻ തുടങ്ങി, എന്റെ കർത്താവ് എന്റെ കടം മാറ്റിയെന്ന് ഞാൻ വിളിച്ചു പറയാൻ തുടങ്ങി. അതെന്റെ ജീവിതത്തെ മാറ്റി. കാരണം തങ്കുറാറ് പറഞ്ഞ ഒരു കാര്യമാണ്, എന്റെ കടവും പ്രശ്നങ്ങളും നിൽക്കുമ്പോഴും ഞാൻ കർത്താവ് എന്നെ വിടുവിച്ചു എന്ന് ഞാൻ വിശ്വാസത്തെ വിളിച്ചു പറഞ്ഞു. അത് കർത്താവ് അത് അറ്റസ്റ്റ് ചെയ്ത് അത് മാനിച്ചു.
അതുപോലെ ഞാൻ വിളിച്ചു പറയാൻ തുടങ്ങി. ആ സമയത്ത് എന്റെ ഫാദറില എന്നെ ചോദിച്ചു, എനിക്ക് ആരോ പറഞ്ഞറിഞ്ഞു അവന്റെ കടമൊക്കെ തീർന്നെന്നൊക്കെ പറയുന്നല്ലോ എന്ന്. അപ്പൊ പറഞ്ഞു അതിക്കെന്തോ തലയ്ക്കെന്തോ അസുഖം ഉണ്ടായിട്ട് കാണും. കാരണം അത്രത്തോളം, കാരണം അവർക്ക് പോലും വിശ്വസിക്കാൻ തലയ്ക്കൊരു അസുഖം ഉണ്ടാകുന്ന പോലെ തന്നെയാണ്. കാരണം ആത്മപൂർണനെ കണ്ടാൽ ഭ്രാന്തനെ പോലെ ആയിരിക്കും വചനം പറഞ്ഞു. ഇത് എവല്ലി ബീച്ച് വന്ന എല്ലാത്തിനും ഭ്രാന്താന്ന് തോന്നി. കാരണം ഭയങ്കര പ്രശ്നമുള്ളപ്പോഴും, പണ്ട് ചെറിയ പ്രശ്നമുള്ളപ്പോൾ ഉറങ്ങാതെ വരുന്ന പാർട്ടികൾ അതിഭയങ്കര പ്രശ്നത്തിൽ കൂർക്കം വലിച്ചുറങ്ങും. അതുകൊണ്ടാണല്ലോ ഈ 12 ചങ്കലയിൽ ജയിലിനകത്ത് കിടന്ന് 12 പടയാളികളുടെ നടുവിൽ 16 പടയാളികളുടെ നടുവിൽ കിടന്നുറങ്ങുന്നയാൾക്ക് ചെറിയൊരു തലയ്ക്ക് വിഷയം ഉണ്ടല്ലോ എന്നേ. സ്വത്രം ആ സൈസ് തലയ്ക്ക് വിഷയം എല്ലാവർക്കും വരട്ടെ. ഏത് പ്രതിസന്ധിയിലും ഉറങ്ങുന്ന ഒരു ഭ്രാന്ത് അത് യേശുവിന് മാത്രമേ തരാൻ പറ്റത്തുള്ളൂ. ആമേൻ. അതെല്ലാവർക്കും വരട്ടെ. സമാധാനമില്ലാതെ ഞാൻ കിടന്നു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. അവൻ എന്നെ രക്ഷിച്ചു, അവൻ എന്നെ താങ്ങി തൻ ഭുജബലം എന്നെ നടത്തിടുന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്താ എന്നെ നടത്തിടുന്നു. ഓ യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിൽ ഏകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. എന്തുവാ ചൊൽവറൻ? ഈ ഓസ്മാന്റെ കടയില് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഭയങ്കര സെയിൽ നടക്കുന്ന കടയാണ്. ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം എല്ലാ കടയ്ക്കകത്ത് ഫ്രിഡ്ജിന്റെ കൂടൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുക. ഞാൻ സോദരക്ക് ഇഷ്ടംപോലെ സാധനം ഉണ്ടല്ലോ. ഇവിടെ അദ്ദേഹം പറയാണ്, ആരോടും പറയണ്ട, മൊത്തം കാലിക്കൂടുകളാണ്. തകർച്ച വന്ന ശേഷം അവിടെ ഇരിക്കുന്ന കൂടുകൾ മുഴുവനും ഒന്നിനാകുമ്പോൾ ഫ്രിഡ്ജില്ല, ടി വി ഇല്ല, വാഷിംഗ് മെഷീൻ, മൊത്തം കാലിക്കൂടായിരുന്നു. പക്ഷെ കർത്താവ് ഉയർത്തി കാണുന്ന കർത്താവിനെ സ്തുതിക്കുന്നു. ആ കാലിക്കൂടായി, പക്ഷെ കാലിത്തൊഴുത്തിൽ പിറന്നവൻ. ഹല്ലേലൂയ. കാലിയായിരുന്നെല്ലാം മാറ്റി ഇന്ന് സ്വത്രം ആ ഒരു അനുഭവത്തിൽ നിന്ന് ഇവരെ കർത്താവ് വിടുവിച്ച്, എല്ലാം കൂടെ പറയാൻ സമയമില്ല. ഞങ്ങൾക്ക് പോകണ്ട്. അപ്പൊ എന്നാന്ന് ചോദിച്ചാല് ചുരുക്കി അങ്ങ് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടല്ല ഇദ്ദേഹത്തിന്റെ മുഴുവൻ കടബാധ്യത അല്ലേ എല്ലാം. അതായത് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒറ്റ വാക്കിൽ പറയണം, ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 2007 മെയ് മാസം 15 ശേഷം എനിക്ക് പണ്ട് നാട്ടുകാർ പറഞ്ഞു ഇവൻ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, ആള് തലയും കുത്തി താഴെ കിടക്കും. പക്ഷെ കർത്താവ് ഉയർത്തിയപ്പോൾ ഓരോ ദിവസവും അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങി. ഓരോ ദിവസവും ഒരു വസ്തു വർഷങ്ങളായിട്ട് വിൽക്കാൻ കിടന്ന് ഞങ്ങൾ ഒരു ദിവസം ഇത് കണക്ക് ഹൗസ് വിസിറ്റ് കഴിഞ്ഞ് ഞാനും സുൽബാറുമായിട്ട് ഒരുപാട് ഞങ്ങൾ കറങ്ങിയിട്ടുണ്ട്. പോയി ആ സുൽബാറുമായിട്ട് പോയ സമയത്ത് ഞാൻ പറഞ്ഞു, വേറെ ഇവിടെ ഈ വസ്തു വിൽക്കാൻ ഒരുപാട് നാളായിട്ട് ശ്രമിക്കുന്നു, 3-3.5 കൊല്ലമായി വിൽക്കാനായിട്ട്. അപ്പൊ ഞങ്ങള് ഒന്നിച്ച് അവിടെ പോയി. അപ്പൊ നല്ല മഴ. അപ്പൊ ആ മഴക്കകത്ത് മഴ ഇരുന്നപ്പോ പറഞ്ഞു അതിന് കുഴപ്പമില്ല, നമുക്ക് പോകാന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് അപ്പം പുറത്തോട്ടിറങ്ങാൻ വയ്യ, 4 ഡോറും തുറന്നു. ശരിക്കും ഓർക്കുന്നുണ്ട്. അന്ന് ആ വസ്തുവിന്റെ അകത്തോട്ട് വണ്ടി ഓടിച്ച് കയറ്റിയിട്ട് ആ വസ്തുവിന്റെ ഞങ്ങള് ഒരു കാല് വെച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം പിറ്റേ ദിവസം രാത്രി അല്ല അന്നത്തെ ദിവസം ബ്രദറിന് പറഞ്ഞ കറക്റ്റ് എനിക്ക് മറക്കാൻ പറ്റത്തില്ല. കാരണം ഇത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം 5 മണിക്കാണ് ഞങ്ങൾ പറയുന്നത് അവിടെ ചെല്ലുന്നത്. അന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് 4 പേരും കാല് കെട്ടിട്ട് സുൽബർ പ്രാർത്ഥിച്ചു, യേശുവിന്റെ നാമത്തിൽ ഈ വസ്തുവിന്റെ മേലുള്ള എല്ലാ കെട്ടുകളും ഒഴിയട്ടെ, ഇന്ന് തന്നെ ഇതിന്റെ കച്ചവടം നടക്കട്ടെ. ഇന്ന് തന്നെ പക്ഷെ ഞാനത് ആമേൻ പറഞ്ഞ് പിടിച്ചെടുത്തു. ഇത് സംഭവിച്ചത് തിരിച്ചു വന്ന് ഞങ്ങൾ ഇവിടെ വന്ന് സാധാരണ ഞാൻ വന്നു കഴിഞ്ഞാൽ ദിവസന്മാരെ എല്ലാ കാര്യവും എനിക്ക് നോക്കണമെന്നാ. പക്ഷെ എന്റെ ഒന്നുമില്ല. അന്ന് ഞങ്ങൾ പോയി SN കോളേജിന്റെ അടുത്തുള്ള ഒരു ചെറിയൊരു ക്യാൻറ്റീനിൽ പോയിട്ട് ബ്രദർ സുൽബർ പൈസ കൊടുത്തു. ഞാൻ അതിന് പൈസ കൊടുക്കുന്നു. ഇന്ന് ചപ്പാത്തിയും ബീഫ് കറിയൊക്കെ വാങ്ങിച്ചു തന്നു. ഞങ്ങൾ കഴിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ബ്രദറിനെ കൊണ്ടുവിട്ടിട്ട് വീട്ടിൽ ചെന്നു. വീട്ടിലെന്ന് എന്റെ വീട് കൂട്ടിയിരിക്കുക. എന്റെ വൈഫ് ഹൗസിൽ എനിക്കൊരു മുറി തന്നിട്ടുണ്ട്. ആ മുറിയിലാണ് ഞാൻ ഇരിക്കുന്നത്. രാത്രി ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അന്യഭാഷയിലൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്നു. 9 മണിയായപ്പോൾ എനിക്കൊരു കോൾ വരുന്നു. വേണ്ട 3 വർഷങ്ങൾക്ക് മുമ്പ് ഈ വസ്തു നോക്കിക്കൊണ്ടുപോയത് അന്നത്തെ ദിവസം ആ ദിവസമാണ്. അതിൽ മാറ്റമൊന്നുമില്ല.
ആ 9 മണി അന്ന് രാത്രി 12 മണിയാവുന്നതിന് മുമ്പ് യെസ് ബെന്നിബ്രദറെ ഇന്ന് നടക്കുമെന്ന് പറഞ്ഞാൽ നടക്കും. എനിക്ക് തോന്നുന്നത് ഇത് നമ്മളെ ഇവിടെ കൊണ്ടിരുത്തി ഇത് പറയിപ്പിക്കുന്നു. ഇതുപോലെ എന്നെ നവീൻ ബ്രദർ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആ ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അതേ കാര്യം എന്റെ അകത്തും വന്നു. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. സാക്ഷ്യങ്ങൾ ഇനി എപ്പോഴേലും ഒന്നിച്ചിരുത്താം. ഇതുപോലെ ഉന്നതമായ ഒരു സ്ഥാനത്ത് നിന്നയാളാണ്. ആ ആ സ്ഥാനത്ത് നിന്ന് തീരെ താഴെ വട്ടപൂജ്യത്തിലേക്ക് വരിക. ആ പലപ്പോഴും അങ്ങനത്തെ അവസ്ഥയിൽ വരുന്നവര് അടുത്ത ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി, നാട്ടുകാരുടെ മുമ്പിൽ നോക്കാം നാണക്കേട്, ബന്ധുക്കളുടെ മുമ്പിൽ നാണക്കേട്, താഴേക്ക് എങ്ങനെ ഇറങ്ങി വന്ന് ഫേസ് ചെയ്യും. പക്ഷെ ആ സമയത്ത് ഈ സ്നേഹിക്കുന്ന ഒരാളുണ്ട് എന്നുള്ളതായ യാഥാർത്ഥ്യം പലർക്കും അറിയാൻ പറ്റുന്നില്ല. പലർക്കും അറിയാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം പറഞ്ഞ വാക്ക് വെറുതെ ബെന്നിബ്രദർ പറഞ്ഞല്ല, ആത്മഹത്യ ചെയ്താലോ എന്ന് കരുതുന്നു. ഇതിലും വലിയ ബിസിനസ് ഉള്ള ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ട്. അപ്പൊ തന്നെ അണ്ടർ ദ വിങ്സ് കേൾക്കുന്നുണ്ട്. ഞാൻ പറയാം, ഇതുപോലത്തെ പ്രതിസന്ധിയിൽ ഇരിക്കുന്നവർക്ക് ഇന്നത്തെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിന്റെ ഒരു ലിങ്ക് എടുത്ത് നിങ്ങൾ ഷെയർ ചെയ്യണം, കേൾക്കട്ടെ. ഇത് ഞാൻ സാധാരണ കോട്ടയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ കേരളത്തിലെ എല്ലാ പണിക്കും ബംഗാളി സഹോദരന്മാരാ വരുന്നത്. പക്ഷെ കൃപയാൽ MLE ഫീസ്റ്റുകാർക്ക് സാക്ഷ്യം പറയാൻ ബംഗാളികളെ ഇറക്കേണ്ടി വന്നിട്ടില്ല. ഇവിടെ കൊല്ലത്തുള്ളവരും കോട്ടയംകാരും ഒക്കെ സ്വോത്രം അല്ലേ, സ്വോത്രം ഹിന്ദിയിലൊന്നും അല്ല പറഞ്ഞ നല്ല പച്ച മലയാളത്തിൽ, നല്ല കൊല്ലം മലയാളത്തിൽ പ്രൈസ് ദി ലോർഡ് പറയുന്നു. യേശു ജീവനോടെ ഉണ്ട്, യേശു ജീവനോടെ ഉണ്ട്. ഇനി നിങ്ങൾ യേശുവിനെ തള്ളിയവരായിക്കോട്ടെ, നിങ്ങൾ യേശുവിന്റെ സുവിശേഷത്തിനെതിരെ ചെയ്തവര്. ആ ഒരു പാസ്റ്റർ യോഗം നടത്തിയപ്പം ഫ്യൂസ് ഊരിയാരാണ്ടെന്നെ കേൾക്കുന്നുണ്ടല്ലോ. മൊത്തം ഫ്യൂസ് ഊരി നിൽക്കുകയല്ലേ. സ്വോത്രം, നിന്റെ ഫ്യൂസ് കർത്താവ് കുത്താൻ ലൂയ പിശാച് ഊരിയ ഫ്യൂസ് കർത്താവ് കുത്താൻ പോവാ. വെറുതെ ഒന്നും ഇത് പറയുന്നതല്ല. കൺവെൻഷൻ കലക്കാൻ വന്നവരും കൺവെൻഷനിൽ പ്രസംഗിക്കുന്നവരും ഇതെല്ലാം വന്നവരും ഒക്കെ നമ്മുടെ സഭയിൽ നിന്ന് മാസ്റ്റർമാരുടെ ബെന്നി ബ്രദറാണ് കൺവെൻഷൻ കലക്കാൻ പോയതാണ്. കലക്കാൻ പോയതല്ല, മാസ്റ്റർമാരടുത്ത് ശുശ്രൂഷിക്കുന്ന സമയത്ത് അവര് സൂത്രം പറയുമ്പോ സൂത്രം എന്നൊക്കെ പറഞ്ഞു ഏതാണ്ട് ഒരു ചെറിയ പരിപാടി ഇറക്കിയാന്ന് എനിക്ക് അറിയാമല്ലോ. അങ്ങനെയായിരുന്നു. കാരണം എന്റെ അത് വിശ്വാസപ്രകാരം ഇതെല്ലാം വേറെ കളിപ്പീരാന്ന് വിചാരിച്ച, പക്ഷെ ജീവിതത്തിലുണ്ടായ അനുഭവമാണ് മനസ്സിലായത് ഇത് കളിപ്പീരല്ല. യേശു പറഞ്ഞില്ലേ, സത്യം അറിയുകയും സത്യം നിങ്ങളെ അപ്പൊ സത്യം അറിയാൻ എന്താ അറിയോ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്. ഈ തകർന്ന് തരിപ്പണമായിരുന്ന ഓസ്റ്റിൻ ബ്രദറിനെ തിരിച്ചൊരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് പണിതിനേക്കാളും അധികമായി അനുഗ്രഹിച്ച് കർത്താവിന്റെ സാക്ഷിയായിട്ട് എവിടെ തകർന്നോ അവിടെ നിർത്തണമെന്ന് കർത്താവിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവിന്റെ തന്റെ മേൽ വന്നപ്പോൾ താൻ ആ വിളിയുടെ മുമ്പിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ആ ഓസ്റ്റിൻ ബ്രദറിനെ കർത്താവ് ഇന്ന് അനുഗ്രഹിച്ച് ഇന്ന് ഇവിടെ അന്ന് പറയുമായിരുന്നു ഈ ഓസ്റ്റിൻ ബ്രദറിനെ കുറിച്ച് അന്ന് ഇവിടെ എല്ലാവരും അറിയുമെന്ന് പറഞ്ഞു. ഇന്നും അറിഞ്ഞുകൊണ്ടിരിക്കുക ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരാളെന്ന്. ആ നിലയിൽ ഇന്ന് ആ കുടുംബത്തെ കർത്താവ് അറിയും. ഈ കടബാധ്യത മുഴുവൻ അന്നത്തെ രാത്രി തന്നെ ആ വസ്തു വിൽപ്പനയായി. അതുപോലെ ഓരോരോ വിഷയങ്ങൾ, ജപ്തി നടപടികൾ പലതും ഞാൻ കേട്ടുകൊണ്ടിരിക്കും. സജീവപരമായിട്ട് പോകുമ്പോൾ ഏതൊരു ബാങ്കിന്റെ അതോടൊന്ന് പറഞ്ഞു, സജീവപരമായിട്ട് പോകുമ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങള് ഇപ്പൊ ലേലം ഞാൻ കർത്താവിനെ അറിഞ്ഞു. അത് കഴിഞ്ഞ് സജീവർ ഇവിടെ ചാർജ് എടുത്തു, കൊല്ലം സഭയെ ചാർജ് എടുത്ത് വന്ന സമയത്താണ് ഏഴാമത്തെ ലേലം. ഈ ഏഴാമത്തെ ലേലത്തിന് വന്ന സമയത്ത് ഞങ്ങള് പിന്നെ രണ്ടുപേരും കൂടെ ശനിയാഴ്ചയായിരുന്നു ലേലം വെച്ചിരുന്നത്. വ്യാഴാഴ്ച ഞാനും സജീവറെ എന്റെ തിരുവനന്തപുരത്ത് നിന്ന് വാ, നമുക്ക് അവിടം വരെ ഒന്ന് പോയി ഒന്നുകൂടെ ഒന്ന് സംസാരിച്ചു നോക്കാല്ലേ, ഇത്തിരി സമയം കിട്ടും എന്നുള്ള. അപ്പൊ എന്റെ ഉള്ളിലൊരു ഉറപ്പുണ്ട്, കർത്താവ് എന്തോ ഒരു കാര്യം ചെയ്യാൻ പോകണം. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ റീജിയണൽ മാനേജറുണ്ട്, ഈ സെയിൽസിന്റെ ഓഫീസർ, ബാങ്കിന്റെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റീജിയണൽ മാനേജർ, സെയിൽസ് ടീം എല്ലാം ഉണ്ട്. അവരുടെ ക്യാബിനിലോട്ട് ചെന്നു കയറിയിരുന്ന സമയത്ത് അവർ ചോദിച്ച ചോദ്യമാണ്, സെയിൽസ് ഓഫീസർ, നിങ്ങളിപ്പോ ഇവിടെ വന്നിരിക്കുന്നു, നിങ്ങൾ പൈസ ആയിട്ടാണോ വന്നിരിക്കുന്നത്? ചോദ്യം. ഇല്ല, കുറച്ച് സമയം വേണം. അതെങ്ങനെ നിങ്ങൾ പൈസ ഇല്ലാതെ എങ്ങനെ സമയം തരാൻ പറ്റും? നിങ്ങൾ ഇത്രയും ഇത് കഴിഞ്ഞു, നിങ്ങൾ നാളെ വരെ സമയമുണ്ട്, വെള്ളിയാഴ്ച വരെ സമയമുണ്ട്, ശനിയാഴ്ച ഞങ്ങൾ ലേലം ചെയ്തിരിക്കും. ഈ വസ്തു ഞങ്ങളുടെ പേരിലാണ്. സെക്യൂരിറ്റേഷൻ അനുസരിച്ച്, ആക്ട് അനുസരിച്ചുള്ള ഞങ്ങൾ നിങ്ങളുടെ വസ്തു മുഴുവൻ ഞങ്ങൾ പൊസിഷൻ എടുത്തിരിക്കുന്നു. ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, ഞങ്ങളുടെ തന്നെയാണ് മുതൽ. ഞങ്ങൾ അതിന് വേണ്ടി നിങ്ങളത് ചെയ്യേണ്ട, നിങ്ങൾ പണം അടച്ചാൽ നിങ്ങൾക്ക് റിലീസ് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. വളരെ ധാർഷ്ട്യത്തോടെയാണ് സംസാരിച്ചത്, വളരെ ഇതോടുകൂടി. ഞാൻ അവിടെ പെട്ടെന്ന് ഞാനങ്ങ് ആത്മാവിലായി. ഞാൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഈ വസ്തുവിന്മേൽ ഒരു കുന്തവും ചെയ്യാൻ പറ്റില്ല. സ്വോത്രം.
പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ശനിയാഴ്ച ഒരു കുന്തം എന്നുള്ള ഏത് വാക്യത്തിൽ അത് കുന്തം ഇപ്പോഴും ഞാൻ ശൂലോ എന്ന് കേട്ടിട്ടുണ്ട്. പടയാളി കുന്തമായിട്ട് വന്നു എങ്ങനെ 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 പടയാളികൾ കുന്തവുമായി അവനെ പിടിക്കാൻ വന്നു വചനമുണ്ട്. ഓ ഓ ഓ വചനവിരുദ്ധമല്ല. വളരെ വ്യക്തമല്ല. അപ്പൊ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ശനിയാഴ്ച ലേലമൊക്കെ നടന്നു. ലേലം എടുത്തായിരുന്ന 7 പ്രോപ്പർട്ടിയാണ് മൊത്തം വെച്ചിരുന്നത്. അതിൽ 2 എണ്ണം. ഒന്ന് എന്റെ സഹോദരി എനിക്ക് വെച്ച സ്ഥലമാണ്, അതും ലേലത്തിൽ എടുത്തു. അതൊരു ഹോളി ക്രോസ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് അത് ലേലം പിടിച്ചത്. രണ്ടാമത്തെ എടുത്തത് ഇവിടുത്തെ ലേലം നടന്നു. 2 എണ്ണം നടന്നു. ബാക്കിയുള്ള എല്ലാം ഇതിൽ നടന്നു. ആ ശനിയാഴ്ച ഞാൻ പക്ഷേ ഇതൊക്കെ അറിഞ്ഞു. അപ്പോൾ ഉടനെ എന്നെ ഈ അറിഞ്ഞവരെല്ലാം പെട്ടെന്ന് എൻ്റെ അടുത്ത സുഹൃത്തുക്കളും എല്ലാം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബാങ്കിലെ എന്നെ ഉദ്യോഗസ്ഥർ എന്നെ വിളിച്ചിട്ട് അയ്യോടെ അതിങ്ങനെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പക്ഷെ ഒന്നുമില്ല, ഞാൻ ചലിച്ചില്ല. എനിക്കറിയാം ചലിച്ചില്ലെന്ന് പറയുന്നതാണ്. ഇത്രയും പ്രതിസന്ധിയിലുള്ളപ്പോഴും അന്ന് യേശു കൊടുത്ത സമാധാനം അല്ലേ? അമേ. പക്ഷെ ഞാൻ അന്നത്തെ ദിവസം ഒരു കാര്യം ഉണ്ടായി. അന്നത്തെ ദിവസം ഞാൻ ഈ ലേലം നടന്ന സമയത്ത് ഞാനിങ്ങനെ എല്ലാവരും തോമസ് ഉഡ്ഡറിനെ വിളിക്കാൻ വേണ്ടി നോക്കേണ്ട, തോമസ് ഉഡ്ഡറിനെ കിട്ടിയില്ല. സുനിൽ ബേറിനെ വിളിച്ചു. സുനിൽ ബേറിനെ വിളിച്ചു പറഞ്ഞ്, ബ്രദറെ രാവിലെ ലേല ദിവസമാണ്, ഞാനന്ന് കാറും എടുത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ ഹൈസ്കൂളിന്റെ അടുത്ത് ഒരു മരത്തിന്റെ ചവിട്ടിൽ ഇട്ടിട്ട് ഞാൻ കിടക്കുക. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. ഇന്ന് ഞാൻ മനസ്സിലിങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യും. ഞാൻ അങ്ങ് വെച്ചപ്പോൾ ഞാൻ ബ്രദറെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ സുനിൽ ബേറിനെ വിളിച്ചു. സുനിൽ ബേർ പറഞ്ഞ എന്താണെന്നറിയാം, സൗരം വല്ലതും കഴിച്ചോ എന്നിട്ട് ചോദിക്കാം. ഞാൻ പറഞ്ഞ് ഇല്ല, എങ്ങനെ ബ്രദറെ കഴിക്കുന്നു, ഈ അവസ്ഥയിൽ എങ്ങനെ കഴിക്കുന്ന? അപ്പൊ പറഞ്ഞ എന്താണെന്നറിയോ, ഇവിടെ കൊല്ലത്ത് ഒരു സലീം ഹോട്ടലുണ്ട്, അവിടെ പോയി പറഞ്ഞു സൗരൻ 2 ബിരിയാണി വെച്ചേക്കാം. ഒന്നല്ല, ഇവിടെ ഉച്ചയ്ക്ക് ലേലം പോകാൻ പോവാണ്. ഇങ്ങനത്തെ ഭ്രാന്ത് പിടിച്ചവരെല്ലാം കൂടെ കൂടിയ എന്താ പറയാ എന്നാ ഇപ്പ ചെയ്യാ, കൃപയെന്നല്ലാതെ എന്നെ പറയാനാതെ എന്നാ ഇപ്പ ചെയ്യാ, കൃപയെന്നല്ലാതെ എന്നെ പറയാനാണ്. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ ഞാൻ നടന്നു, ലേലമൊക്കെ കഴിഞ്ഞു. പക്ഷെ ഞാൻ ആ ഞായറാഴ്ച ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിച്ച ദിവസമാണ്. ഞാൻ ആ സ്റ്റേജിൽ കിടന്ന് തുള്ളിച്ചാടി. അപ്പൊ എന്റെ മമ്മിയോട് എന്ന് പറഞ്ഞു, മമ്മിയുടെ ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു സിസ്റ്റർ ഉണ്ട് നമ്മുടെ സ്റ്റുഡിയോയിലെ, ഗ്രാൻഡ് സ്റ്റുഡിയോയിലെ, അവര് നമ്മുടെ ചർച്ചിൽ മെമ്പറാണ്. പുള്ളിക്കാരി എന്നുകൊണ്ട് പറഞ്ഞ്, എന്താണ് ഇന്ന് ഓസ്റ്റിൻ ബ്രദർ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ആരാധിക്കുന്നത്. എന്റെ വീട് പോയി 2 ലേലത്തിൽ പോയിരിക്കുന്നു. പക്ഷെ എനിക്കറിയായിരുന്നു ഞാൻ അവിടെ തുള്ളിച്ചാടുമായിരുന്നു. സംഭവിച്ച പിറ്റേ ദിവസം ഞാനും സുനിൽ നിങ്ങളുടെ അടുത്ത ദിവസം വന്നു. സുനിൽ ബ്രദർ ഞങ്ങളുമായിട്ട് വീണ്ടും ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ചു. പോകുന്ന വഴിക്കാണ് എനിക്കൊരു കോൾ വരുന്നത്. ഈ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, മിസ്റ്റർ ഓസ്റ്റിൻ നിങ്ങളെ എനിക്കൊന്ന് കാണണം. കാര്യം അദ്ദേഹം എൻ്റെ ഒരു കസ്റ്റമറാണ്, എന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പം നാളെ വൈകുന്നേരം ഞാൻ അവിടെ കാണുമെന്ന് പറയും. അപ്പം ബ്രദർ അന്നത്തെ ദിവസമുണ്ട്. അപ്പം ഞങ്ങൾ 2 പേരും കൂടെ വൈകുന്നേരം 5 മണിക്ക് ഇദ്ദേഹത്തിന്റെ കോട്ടേഴ്സിൽ ചെന്നു. അദ്ദേഹം കോട്ടേഴ്സിൽ ചെല്ലാനാണ് പറഞ്ഞു. 5 മണിയായിട്ട് ഇദ്ദേഹത്തെ കാണുന്നില്ല. ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ 7 മണിക്ക് സുനിൽ ബ്രദറിന് ട്രെയിനാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ടിരുന്നപ്പോൾ 6 മണിയായപ്പോഴത്തേക്ക് വന്നു. സെക്യൂരിറ്റി വന്നുകൊണ്ട് പറഞ്ഞു ഡോക്ടർ വന്നിട്ടുണ്ടെന്ന്. ഡോക്ടർ കാറിൽ നിന്ന് ഇറങ്ങുക. കാറിൽ നിന്ന് ഇങ്ങനെ ഡോറ് തുറന്ന് ഇറങ്ങുക. അദ്ദേഹത്തിന് നിൽക്കാൻ വയ്യ. കാറിലോട്ട് ഇങ്ങനെ ചാരി നിന്നിട്ട് പറയാം, മിസ്റ്റർ ഓസ്റ്റിൻ നിങ്ങളുടെ ഈ കുന്തം എടുത്തത് മുതൽ എനിക്ക് സമാധാനമില്ല. അതേ കുന്തം തന്നെ പറഞ്ഞു. ആ കുന്തം എടുത്ത നിമിഷം മുതൽ അത് കുറെ നിങ്ങളുടെ ഈ വസ്തു എടുത്തപ്പോ മുതൽ എടുത്ത മുതൽ പുള്ളിക്ക് സമാധാനമില്ല. പുള്ളി പറയാണ്, എനിക്ക് ഈ കുന്തം വേണ്ട, ഞാൻ ഈ ബിഡിൽ നിന്ന് പിന്മാറുക. നാളെ രാവിലെ 10 മണിക്ക് ബാങ്കിലോട്ട് വരാൻ പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാ ഓസ്റ്റിൻ ബ്രദറെ കേൾക്കുന്നേ എന്നാ കേൾക്കും. യെസ്. അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ഇദ്ദേഹത്തിന്റെ കൊല്ലംകാർക്ക് സാക്ഷിയാണല്ലോ. കൊല്ലംകാർ സാക്ഷിയോ, ഡോക്ടർ സാക്ഷിയോ, എല്ലാവരും സാക്ഷിയോ, എല്ലാവരും ലോകം മുഴുവൻ കേൾക്കണം. ഇതിനകത്ത് കാണുന്നവർക്ക് അത്ര വിശ്വാസം വരുന്നില്ല. ഞങ്ങൾ അങ്ങനൊന്നും വിശ്വസിക്കുക. ഞങ്ങൾ അവന്റെ വിലാപ്പുറത്ത് കൈയിട്ടിട്ട് അല്ലാതെ, എന്റെ പേര് തോമസ് എന്നാ, ഞങ്ങൾ തോമസുമാരെ വിലാപ്പുറത്ത് കൈയിട്ടിട്ടല്ലാതെ ഞങ്ങളെ കൊല്ലത്ത് ആ സ്ഥലത്തൊന്നും കൊണ്ടുപോകും. ഇതെല്ലാം സംഭവിച്ചാണല്ലോ. ആ വീട് എപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. എന്താ പറഞ്ഞ ആ വീടിന്റെ വാതിക്കെ ഞങ്ങൾ കാത്തുനിന്ന് ഡോക്ടറിനെ കാത്തുനിന്നത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന സമയത്ത് ഞാൻ അവിടെ തൊട്ട് താഴെയുണ്ട്. ഇതിനെല്ലാം ഞാൻ ദൃസാക്ഷിയാണ്. യേശു ചെയ്തതാണ്. അത്ഭുതമാണ് നടന്നവിടെ. ഇതിൽ പല യേശു ജീവിക്കുന്നുള്ള എന്നെ തെളിവ് വേണ്ടി. പ്രൈം പ്രോപ്പർട്ടിയാ ടൗണിന്റെ നടുക്ക്. ഡോക്ടർ ഇട്ടിട്ട് പോകും. പരിശുദ്ധാത്മാ ഇടപെട്ടില്ലെങ്കിൽ ഈ കൊല്ലം പട്ടണത്തില് പ്രൈം പ്രോപ്പർട്ടിയാണ്. മോന് വല്ല ഓർക്കുന്നുണ്ടോ? മോന് അന്നേരോ കൊച്ചു പയ്യന്മാരാ. മോളൊന്നും കാര്യമായിട്ട് ഓർക്കുന്നില്ല. മനസ്സിലായി. സോറി. അപ്പം ആ കാര്യങ്ങളൊക്കെ നടക്കുമ്പോ ഈ മോൻ കൊച്ചു പയ്യനാ അല്ലേ?
എന്നാലും ചെറിയ പ്രശ്നത്തിൽ കൂടെ പോയതൊക്കെ ഓർക്കുന്നുണ്ടോ? ഒരുപാട് പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാമെങ്കിലും ഒന്നും നമ്മളെ അറിയിച്ചില്ല, എല്ലാം ഊട്ടിയിലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എല്ലാം റെഡി നിങ്ങൾ ഊട്ടിയിലായിരുന്നു. പക്ഷെ ഇവിടെ അത്ഭവം നടക്കാണ്. അന്ന് കൃത്യത്തിന് സംഭവിച്ചെന്നാന്ന് ചോദിച്ചാൽ ഈ സവാറിന് ഇദ്ദേഹത്തിന് എന്താ പറ്റി ഈ വസ്തു? ഈ സമയത്ത് ഈ പ്രശ്നങ്ങളെ കടക്കുമ്പോ ഈ മക്കൾ അങ്ങ് അവിടെ മക്കളൊന്നും അറിഞ്ഞില്ല. അതല്ല, ഈ വസ്തു എടുക്കുമ്പോ ഈ കുന്തം എന്നല്ലേ പറഞ്ഞു? അതെ, അതെടുക്കുമ്പോ അദ്ദേഹത്തിന് എന്നാ പ്രശ്നം? അദ്ദേഹത്തിന് സമാധാനമില്ല. അദ്ദേഹം പറഞ്ഞത് ഞാനിത് എടുത്ത നിമിഷം മുതൽ എനിക്ക് സമാധാനമില്ല, എനിക്കിത് വേണ്ട, എനിക്ക് പിറ്റുന്ന പിന്മാറുക. ഞാനത് കഴിഞ്ഞിട്ട് ഇത് പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം വരെ ഇനി വലിയ മദ്യത്തിന്റെ ഇതിൽ വല്ലതും പറഞ്ഞാണെന്ന് വിചാരിച്ച് രാവിലെ 10 മണിക്ക് ഞാൻ അവിടെ ചെന്നു. അദ്ദേഹം രാവിലെ 10 മണിക്ക് പറഞ്ഞാണെന്ന് വിചാരിച്ചു. രാവിലെ ഞാൻ ബാങ്കിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലാണ് യൂണിയൻ ബാങ്കിന്റെ ബ്രാഞ്ച്, ബീച്ച് റോഡിലുള്ള. ഞാൻ താഴെ നിൽക്കുമ്പോൾ കാണാം 9:30 ഈ മാനേജർ വരുന്നു. മാനേജർ വന്നപ്പോ എന്നെ കണ്ടോ എടോ പോയി തന്റെ 2 പോയി, ഈ ബാക്കിയെല്ലാം വേണമെങ്കിൽ പോയി ഇത് കളിയാക്കിയിട്ട് ഞാൻ ഇവിടെ തന്നെ നിന്നു. ഞാനിതാ ഇത് അത് കഴിഞ്ഞു കറക്റ്റ് 10 മണിയാക്കി. മാനേജർമാരോടും ബാങ്കുകാരോടും ഒരു അപേക്ഷ, ഒരു മനുഷ്യൻ മുറിഞ്ഞു കിടക്കുമ്പോൾ ചങ്കി കുത്തരുത്. ഒരു ജപ്തി അതൊക്കെ എന്തോ ബെന്നി ബ്രദർ ഒരിക്കലും ചെയ്യുന്നത്. എനിക്ക് ആ വ്യക്തിയോടല്ല ഞാനിത് പറയുന്നത്. പ്ലീസ്, ഒരാൾ തകരുന്നത് കടബാധ്യതയിൽ പോകുന്ന അയാളുടെ കുഴപ്പമല്ല, സംഭവിച്ചു പോവാ ബിസിനസ്സുകാർക്ക്. അങ്ങനെ ചങ്കിൽ കുത്തിയിട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ അവിടെ മേളിലോട്ട് അപ്പൊ 10 മണിക്ക് ഇദ്ദേഹം വന്നു. ഇദ്ദേഹം ഒരു പേപ്പർ ഫയലായിട്ടാണ് വന്ന്. ഇത് വന്ന് എന്നെ വിളിച്ചു മേളിലോട്ട് ചെന്ന് ഈ ഞങ്ങൾ ഒന്നിച്ച് ക്യാബിനിലോട്ട് കയറാൻ പോയപ്പോഴത്തേക്ക് മാനേജർ ചോദിച്ചു അയാളെന്തിനാ വരുന്നതെന്ന് ചോദിച്ചു. അയാളെന്തിനാ കാര്യമെന്ന് ചോദിച്ചു, ഡോക്ടറോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഞാനിവിടെ ഇരിക്കാം. അല്ല വാന്ന് പറഞ്ഞു ഡോക്ടർ. അല്ല ഞാനിവിടെ ഇരുന്നോളാന്ന് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്നു. ഇദ്ദേഹം അവിടെ ചെന്ന് കയറി ഡോക്ടർ ഈ മാനേജറെടുത്തോട്ട് പുള്ളി ഒരു ലെറ്റർ കൊടുക്കുകയാണ്, ഞാൻ ഈ ബിഡിൽ നിന്ന് പിന്മാറുന്നു. മാത്രമല്ല അതിനകത്ത് വേറൊരു കാര്യം കൂടെ ചെയ്തു. അദ്ദേഹം അടച്ച് 7 ലക്ഷത്തി ചില്ലുവാൻ അതിന്റെ 25% അത് എന്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും കൂടെ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നു, എന്റെ അക്കൗണ്ടിലേക്ക്. ഇന്ന് ആ ഡോക്ടർ ഇന്ന് രാവിലെ ഇവിടെ ഞാൻ ഡോക്ടറെ കണ്ടിട്ടാ വരുന്നു. സ്തോത്രം. ഇന്ന് രാവിലെ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടാ വരുന്നു. എന്റെ സിസ്റ്റർ ഇന്ന് ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ കിടക്കാണ്. ഇത് കേൾക്കുമ്പോ എന്റെ അകത്ത് ഒന്നുകൂടെ വിശ്വാസം വർദ്ധിക്കും. ഈ കർത്താവിനെ ഇന്ന് ഇദ്ദേഹത്തിന് മൈക്ക് കൊടുത്താൽ സംഭവം കുഴപ്പമാവും. ഇതുപോലുള്ള അത്ഭുതങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു കുടുംബമാണിത്. എല്ലാവരും കർത്താവിനെ സ്തുതിച്ച്, നന്ദി യേശുവേ എന്ന് പാടി, നന്ദി യേശുവേ, നന്ദി 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 നന്ദി. പറഞ്ഞില്ലേ ഞങ്ങൾ അവന്റെ വിലാപ്പുറത്ത് കൈയിട്ടല്ലാതെ വിശ്വസിക്കത്തില്ല എന്ന് പറയും. എന്റെ ഉള്ളിൽ കർത്താവ് പറയാ അതുപോലെ ഞങ്ങളത് നേരിട്ട് അല്ലെങ്കിൽ തൊട്ടിട്ടല്ലാതെ വിശ്വസിക്കത്തില്ല എന്ന് പറയുന്നിരിക്കുന്നവരുടെ മുമ്പിൽ ആ തോമസിന്റെ മുമ്പിൽ പോയി കർത്താവ് വിലാപുറമായിട്ട് നിന്നില്ലേ എന്ന് പറഞ്ഞ പോലെ കർത്താവ് നിങ്ങളുടെ മുമ്പിലും വന്നു അതേ മനോഭാവത്തോടെ നിൽക്കുക. നിങ്ങളെ കർത്താവ് നിങ്ങളുടെ സംശയത്തിന്റെ നിഴലിൽ നിങ്ങളെ മാറ്റി നിർത്തത്തില്ല. നിങ്ങളെ കർത്താവ് വിടുവിക്കാൻ പോവാ. നിങ്ങൾ ഇന്ന് ഭാരപ്പെടുന്ന വിഷയത്തിൽ നിങ്ങൾ സംശയിച്ചായിരിക്കും മാറു കാണിച്ച് കർത്താവ് പറയാ. അപ്പൊ നമ്മൾ പാടണം, നിന്മാരോട് ചേരട്ടെ യേശുനാഥ ഇന്നേരം, നീയാണ് എല്ലാം എൻ പിതാവ്. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകന്നാലും അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എന്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാരോട് ചേരട്ടെ യേശുനാഥ ഇന്നേരം, നീയാണ് എല്ലാം എന്നുമെന്നും എൻ പിതാവ്. ബെന്നി ബ്രദറെ, ഇതുപോലെയൊക്കെ തകർന്ന ഒത്തിരി പേര് കേൾക്കുന്നില്ലേ? ഒരു നിമിഷം ബെന്നി ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചു.
ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ. ഈ ഓസ്റ്റിൻ പറഞ്ഞ ജീവിതത്തെ അത്ഭുതമാക്കിയ കർത്താവ് ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഇന്നിവിടെ ഇരിക്കാൻ കാരണം യേശു ജീവിക്കുന്നതുകൊണ്ടാണ്. ആ കർത്താവ് നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ പോകും. കർത്താവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ആ വലിയ സാക്ഷ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ആ സാക്ഷ്യം ഞങ്ങളെ കേൾപ്പിച്ചത് ഇതേ ഭാരത്തിൽ ഇരിക്കുന്ന അനേകർക്ക് വിടുതൽ കൊടുക്കാനാണ്. അവരെയും യേശു സ്നേഹിക്കുന്നുണ്ട്, അവരെയും കർത്താവ് മാറ്റും എന്ന് കർത്താവെ ഞങ്ങൾക്കൊന്നുകൂടെ ഉറപ്പ് വരുത്താനാണല്ലോ ഇന്ന് ആ സാക്ഷ്യം കേൾപ്പിച്ചത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധി നിൽക്കുന്നവർക്ക് വേണ്ടി അത്ഭുതകരമായ വഴികൾ തുറക്കട്ടെ. അവർക്ക് എതിരായിട്ട് നിൽക്കുന്നവർ അനുകൂലമായിട്ട് മാറട്ടെ. അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് അവർക്ക് തിരിച്ചു കിട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. നഷ്ടങ്ങളെല്ലാം ലാഭമായി മാറട്ടെ. തകർന്ന ബിസിനസ്സുകൾ യേശുവിന്റെ നാമത്തിൽ ജീവൻ പ്രാപിക്കട്ടെ. ഭവനങ്ങളിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. കർത്താവെ ഞങ്ങൾ ചേർന്ന് ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ ശാരീരികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, അവരെ കർത്താവെ അങ്ങ് സൗഖ്യമാക്കണം. ആമേ, ഒടിഞ്ഞ അസ്ഥികൾക്ക് സൗഖ്യം വരട്ടെ, ഞരമ്പുകൾക്ക് ജീവൻ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഓസ്റ്റിൻ ബ്രദറെ, ഇതുപോലെ തകർന്നു കിടക്കുന്ന എത്രയോ പേരുണ്ട്, അവരോട് ഒരു വാക്ക് സമാധാനം പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു. സ്വതം പ്രിയ പിതാവ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവെ, എന്നെ വിടുവിച്ച അതേ കർത്താവിന്റെ ആത്മാവ് ഇന്നും കർത്താവെ ഓരോരുത്തരെയും തൊടും. ഇന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഏത് അവസ്ഥയിലാണോ നിങ്ങൾ ഇരിക്കുന്നത് അതിന് വിടുവിക്കാൻ മതിയായവനാണ്. ലോകത്ത് ഒരു മനുഷ്യനും ആർക്കും എന്നെ രക്ഷിക്കാൻ സാധിച്ചില്ല. രക്ഷയ്ക്ക് ആകാശത്തിന്റെയും ഭൂമിയുടെയും മധ്യയിൽ രക്ഷയ്ക്കായിട്ട് ഒരേ ഒരു നാമമുള്ളൂ, യേശു എന്ന നാമം. ആ നാമത്തിലാണ് ഞാൻ വിശ്വസിച്ചത്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, യേശുവിൽ വിശ്വസിക്കുക, നിങ്ങളുടെ അവസ്ഥകൾ മാറും. ഏത് നിമിഷവും കർത്താവ് ഏത് അവസ്ഥയിൽ നിന്നോടും മാറ്റാൻ മതിയാവൻ എന്റെ കർത്താവ്. ഹല്ലേലൂയ. ഞങ്ങൾ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ അത്ഭുത വിടുതലിനായി നന്ദി. ആമേൻ. അത് ഭയങ്കരമായിരിക്കും. നല്ല ബെന്നിവറെ, ഞങ്ങളിവിടെ ഓസ്റ്റിൻ ഹോളിഡേയ്സിന്റെ ഈ ഓഫീസിൽ ഒന്ന് വന്ന് പ്രാർത്ഥിച്ച് പോകാൻ വന്നു. ഇന്ന് ആക്ച്വലി വേറെ 1-2 പ്രോഗ്രാം ഉണ്ടെങ്കിലും അതെല്ലാം ക്യാൻസലായോണ്ട് ഞങ്ങളിവിടെ ഇരുന്നു. ശരിക്കും ഞങ്ങൾ പോകുന്ന വഴിക്ക് 1-2 പ്ലാനുകളുണ്ടായിരുന്നു, നടന്നില്ല. നിങ്ങളുടെ സാക്ഷ്യം, നിങ്ങൾ ഇന്ന് കൊല്ലത്ത് ഈ ഓസ്റ്റിൻ ഹോളിഡേയ്സ് തുടങ്ങുമ്പോൾ ആദ്യം ഇതൊരു സാക്ഷ്യത്തിന്റെ സ്ഥലമായി തീർക്കാൻ ദൈവത്തിന് പദ്ധതി ഇട്ടുകൊണ്ടാണ് ഇന്ന് നടക്കുന്നത്. സോ അണ്ടർ ദ വിങ്സിൽ ഇത് വരും. അങ്ങനെ എല്ലാ കടബാധ്യതയും വിടുതലായി. അടുത്ത ബിസിനസ് തുടങ്ങി, അടുത്ത ബിസിനസ്മാരെ എല്ലാം പിന്നെ കർത്താവ് സൗജന്യമായിട്ട് അടുത്തൊരു എപ്പിസോഡ് വേണ്ടിയിരുന്നു. അടുത്തൊരു എപ്പിസോഡിലൂടെ നമുക്ക് ഇരിക്കാം. അപ്പോൾ തന്നെ ഇന്ന് അദ്ദേഹം ലോകരാജ്യങ്ങളിൽ ആൾക്കാര് ടൂർ കമ്പനി പാക്കേജുകൾ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പോൾ തന്നെ ഹെവൻലി ഫീസ്റ്റിലെ ഒരു ശുശ്രൂഷ ഇദ്ദേഹം എവിടെയൊക്കെ നമ്മുടെ സഭകളിൽ ശുശ്രൂഷിച്ചു. ഞാൻ ഒരുപാട് സഭകളിൽ നമ്മുടെ സാക്ഷ്യമല്ല, അവിടെ ചാർജ് എടുത്തില്ലേ നമ്മൾ കോയമ്പത്തൂരും തിരുപ്പൂരും. ഈ സ്ഥലത്ത് നമ്മുടെ തുണി മില്ലുകളുടെ സ്ഥലമായ തിരുപ്പൂര് ഹെവൻലി ഫീസ്റ്റിന് ഒരു പ്രവർത്തനമുണ്ട്, കോയമ്പത്തൂരുണ്ട്. അതിന്റെ രണ്ടിന്റെയും പാസ്റ്ററൽ ചാർജിൽ വരുന്നു. എന്താ പറക, എന്താ ഇപ്പൊ ചെയ്യ, കൃപയെന്നല്ലാതെ എന്നാ പറയാനാന്നേ. സ്തോത്രം. ഇതെന്താ അത്ഭുതങ്ങളാണ് ഒന്നോർത്ത് നോക്കി. എന്നാൽ പീരങ്കി മൈതാനത്ത് ആ വലിയ മീറ്റിംഗ് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയപ്പോൾ അവിടെ വന്ന് കയറിയതാ ഓസ്റ്റിൻ ബ്രദർ. പിന്നെ ആ കേട്ട പോലെ കർത്താവ് നടത്തി അന്ന് കുണ്ടറയിൽ നടന്ന TV പ്രേക്ഷക മീറ്റിംഗ് പുറകിൽ നിന്ന് അലച്ചോണ്ട് വന്ന് താഴെ വീണ സംഭവം ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് മറക്കത്തില്ല. ഓസ്റ്റിൻ ബ്രദറിനെ കാണും. ഇന്ന് അദ്ദേഹത്തിന് ആരെ കൊണ്ടെങ്കിൽ ജിൽ 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 സാക്ഷ്യം പറയണം, യേശു ജീവിക്കുന്നു. ഇതെല്ലാം വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമുള്ളൂ, യേശു ജീവിക്കുന്നു. ഈ 2025 കയറുമ്പോൾ ദൈവമക്കൾക്കെല്ലാം വലിയൊരു സന്തോഷമുണ്ട്. കർത്താവിൻ്റെ രാജ്യത്തോട് ഒരു വർഷവും കൂടെ അടുത്തു, യേശുവിൻ്റെ കൂടെ ജീവിക്കാൻ. ഈ ലോകത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളിൽ നിന്ന് ഒരു വർഷം കൂടെ തീർന്നു. അപ്പം തന്നെ ഈ യേശുവിനെ അനേകർക്ക് കൊടുക്കാൻ ഒരു വർഷം കൂടെ നമുക്ക് കുറഞ്ഞെന്ന് മറക്കരുത്. പുതുവർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുമ്പോൾ യേശു ഇല്ലാത്തവരുടെ സ്ഥിതി എന്തായിരിക്കും? ഈ ലോകത്തിലും നരകം, നിത്യ നരകത്തിലും
പാപമില്ലാത്ത ആരുമില്ലല്ലോ. എന്നാൽ ഏത് മഹാപാപിക്കും യേശുവെ ഒറ്റ വിളിയിൽ, കുരിശിലെ കള്ളൻ ഒറ്റ വിളിയല്ലേ വിളിച്ചുള്ളൂ, കർത്താവിൻ്റെ കൂടെ പറുദീസയിൽ ഇരിക്കാൻ പറ്റും. ഇങ്ങനൊരു രക്ഷകൻ വേറെ ആരാവുള്ളൂ? യേശു വിളിക്കുക. ഈ 2025 ചിലർ അവരുടെ നെഞ്ചിടിപ്പ് കൂടുകയായിരിക്കും. നമ്മുടെ അഡ്വക്കേറ്റ് ബിനോയ് ബ്രദർ നമ്മുടെ ഒരു TV പ്രോഗ്രാം കണ്ട് സൗഖ്യമാകുമ്പോൾ അന്ന് അദ്ദേഹത്തിന്റെ ലങ് ക്യാൻസർ മൊത്തം 3 മാസമേ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ കൗണ്ട് ഡൗൺ അല്ലേ, ഇനി 2 മാസമേ ഉള്ളൂ, ഇനി ഇത്ര ദിവസമേ ഉള്ളൂ. അങ്ങനെയുള്ളവരും തന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു ജപ്തി നടപടി ഈ 2025 നിങ്ങൾ നേരിടേണ്ടതാണ്. ഫെബ്രുവരിയിലാണ് ഇനി ദിവസങ്ങളേ ഉള്ളൂ, മാർച്ചിലാണ് ഇനി ദിവസങ്ങളേ ഉള്ളൂ. അങ്ങനെ ചില കൗണ്ട് ഡൗണുകളിൽ ചില ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധങ്ങൾ പിരിയാൻ പോവാണ്. ചില കൗണ്ട് ഡൗണിൽ നിങ്ങളുടെ കേസ് ഫാമിലി കോർട്ടിലാണ്, നടക്കത്തില്ല. ആ വേർപിരിയൽ നടക്കത്തില്ല. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കും, നിങ്ങൾ മരിക്കത്തില്ല, ജീവനോടിരിക്കും. നിങ്ങളുടെ വീട് ജപ്തിയായത് ഓസ്റ്റിൻ ബ്രദർ മടക്കിക്കൊണ്ടു കൊടുത്തെങ്കിൽ അങ്ങനെ സംഭവിക്കും. അല്ല പിന്നെ ഇത് കേൾപ്പിക്കത്തില്ലായിരുന്നു. പെട്ടെന്ന് പൊട്ടി വീണ ഈ എപ്പിസോഡ് ഉണ്ടാകത്തില്ലായിരുന്നു. ഇത് അനേകർക്ക് നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കണേ. പ്രശ്നത്തിലുള്ളവർക്ക്, 2025 ഭയത്തോടെ കാണുന്നവർക്ക് ഈ എപ്പിസോഡിന്റെ ലിങ്ക് എടുത്ത് ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണേ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ വചനം കേട്ട മുഴുവൻ പേരെയും, കേൾക്കുന്ന മുഴുവൻ പേരെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. 2025 കേട്ടപ്പോൾ അനേകർ ഭയത്തിലാ കർത്താവെ. സൂപ്പർ അബണ്ടന്റ് ഇയർന്ന് തങ്കുബ്രദറിലൂടെ ഞങ്ങൾ കേട്ടു. എന്നാലപ്പോൾ അനേകർ ഈ ഒരു വർഷം എൻ്റെ മോൻ്റെ കാര്യം അങ്ങനെ ആവുമോ, ഞങ്ങളുടെ വീടിൻ്റെ കാര്യം ഇങ്ങനെ ആവുമോ, എൻ്റെ മരണം സംഭവിക്കുന്ന വരെ പേടിക്കുന്നവർ കേൾക്കും. യേശുവിൻ്റെ നാമത്തിൽ ഓസ്റ്റിൻ ബ്രദറിനെ വിടുവിച്ച് എൻ്റെ കർത്താവിൻ്റെ അത്ഭുതകരം ഓരോ മക്കളുടെ മേലും വ്യാപരിക്കുന്ന ദയക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ വിടുതലാകട്ടെ. ആ പ്രതിസന്ധി മാറട്ടെ. ആ കുടുംബജീവിത പ്രശ്നം മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഡിവോഴ്സ് നടക്കാതിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ ജപ്തി മാറിപ്പോകട്ടെ. പോയ വസ്തു തിരിച്ചു വരട്ടെ. തകർച്ചകൾ മാറട്ടെ. ആരോഗ്യം വീണ്ടെടുക്കപ്പെടട്ടെ. മരിക്കത്തില്ലാതെ ജീവനോടിരുന്ന് കർത്താവിന്റെ പ്രവൃത്തി വർണ്ണിക്കാനിടയാകട്ടെ. പ്രാർത്ഥന കേട്ട ദയക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് സ്പോൺസർ ചെയ്ത സോണിയ സെബാസ്റ്റ്യൻ ഇന്ന് ബർത്ത്ഡേ ആണല്ലോ. ഒരിക്കൽ കൂടെ ഹാപ്പി ബ്ലെസ്ഡ് ബർത്ത്ഡേ. അലക്സ് ബ്രദർ ആൻഡ് റോസ് സിസ്റ്റർ ഓസ്റ്റിൻ USA 11th വെഡിങ് ആനിവേഴ്സറിയിൽ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും. നിങ്ങളുടെ കുടുംബജീവിതം കൂടുതൽ അനുഗ്രഹമാകട്ടെ. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ വീണ്ടും കർത്താവിന്റെ ചിറകടിയിൽ ഒന്നിച്ചുകൂടാം. അതുവരെയും കർത്താവിന്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. വി ബ്ലസ് യു ഇൻ ജീസസ് നെയിം. Amen.